ടു അക്കൗണ്ടൻസിയുടെ മോഡൽ എക്സാമിന്റെ ആൻസർക്ക് ഡിസ്കഷൻ നടന്നപ്പോൾ ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു AFSന്റെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് കുറെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഫിസിക്കലി ഞാൻ ഓക്കെ ആയിരുന്നില്ല, എനിക്ക് കുറച്ച് സുഖമല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇതാ AFSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാം എന്താ വെച്ചാൽ ഡോക്യുമെന്റ് വിച്ച് കണ്ടെയ്നിങ് ഓൾ ദ ടേംസ് ഓഫ് കണ്ടീഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിന്റെ ടേംസും കണ്ടീഷൻസും എവിടെയാണ് ഉണ്ടാവുക? പാർട്ട്ണർഷിപ്പ് ഡീഡിലാണ്. വളരെ ഈസി ക്വസ്റ്റ്യനാണ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഏതൊക്കെയാണ്? അഡ്മിഷനിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ, റിട്ടയർമെന്റ് ആവത്തെ, ഡെത്ത് ആവട്ടെ, ഇതിലൊക്കെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എന്താ 1, 2, 3 ഡി ആണ് ഓപ്ഷൻ. സാക്രിഫൈസിങ് റേഷ്യോ ഒരാള് ഷെയർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ ഓൾഡ് റേഷ്യോ അയാൾ എന്തെങ്കിലും കൊടുക്കുകയാണ്. ഇപ്പൊ ന്യൂ റേഷ്യോയിൽ കുറച്ച് ഷെയർ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. പണ്ട് ഇയാൾക്ക് 10 ഷെയർ ഉണ്ടായിരുന്നു, ഇപ്പൊ 8 ഷെയർ മാത്രമേ ഉള്ളൂ. ഡിഫറൻസ് ആയി 2 ഷെയർ. ഇതാണ് സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ? ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ. കണ്ടോ? ഇതാണിത് കേട്ടോ. അഥവാ നിങ്ങൾക്ക് OR ഉം NR കൺഫ്യൂഷൻ ആയാൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ദെൻ റിട്ടയർമെന്റിന്റെ സമയത്ത് അൺറെക്കോർഡഡ് അസറ്റ് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? അൺറെക്കോർഡഡ് അസറ്റ് എവിടേക്കാണ്? റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലെ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പ്രോഫിറ്റ് കൂടും. റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് എപ്പോഴാണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് എഴുതരുത്. പാർട്ട്ണർഷിപ്പ് ആണോ? അല്ല, പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് കംപ്ലീറ്റ് ചെയ്താണ് കേട്ടോ. അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഡിസൊല്യൂട്ട് ചെയ്യുമ്പോൾ അൺറെക്കോർഡഡ് അസറ്റ് ടേക്കൺ ബൈ പാർട്ട്ണർ അൺറെക്കോർഡ് അസറ്റ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുക. അത് റിയലൈസേഷൻ അക്കൗണ്ട് സൈഡിൽ കാണിക്കും. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതുപോലെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വന്നതും കാണിക്കുന്നതായിരിക്കും കേട്ടോ. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 or more persons join together to do a business carried on by all or any of them acting for all sharing profits and loss. അപ്പം ഈ പോയിന്റ്സ് മാത്രം വെച്ച് പറഞ്ഞാൽ മതി. 2 or more persons join together to do a business and sharing profits and loss carried on by all or any of them acting for all എന്നുള്ള ആ ഒരു സെന്റൻസിൽ പറഞ്ഞാൽ മതി കേട്ടോ. സോ 2 മാർക്സ് അതിൽ കിട്ടും. P&L profit and appropriation account is prepared at the end of each accounting period. But P&L adjustment account is not necessary. പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എല്ലാ വർഷവും പ്രിപ്പയർ ചെയ്യണം. പാർട്ട്ണർഷിപ്പിന്റെ കേസ് എല്ലാ വർഷവും പ്രിപ്പയർ ചെയ്യണം. പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ പാർട്ട്ണർഷിപ്പിലെ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാൻ വേണ്ടി, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉള്ളത്. അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്തിനു വേണ്ടിയുള്ളത്? നമ്മുടെ പാസ്റ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്സിന് എന്തെങ്കിലും ഇഷ്യൂസ് എറേഴ്സ് ഉണ്ടെങ്കിൽ ആ എറേഴ്സിനെ ശരിയാക്കാൻ വേണ്ടി, റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ മാത്രം, അഥവാ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ചെയ്താൽ മതി കേട്ടോ. കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എപ്പോഴാണ്? കറണ്ട് അക്കൗണ്ട് എപ്പോഴാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 2 അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സോ ആ സമയത്താണ് എന്ത് ചെയ്യുക? നമ്മൾ കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് എക്സ്ട്രാ ഒരു പോയിന്റ് കൂടെ കൊടുക്കാം. വെൻ വി വാണ്ട് അവർ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ എമൗണ്ട് ഇൻ ദ ഫിക്സഡ് എമൗണ്ട്, ഫിക്സഡ് ആക്കിയിട്ട് തന്നെ വെക്കണം. കീപ് ഫിക്സഡ്, അത് ചേഞ്ച് ആവണ്ട. അൺചേഞ്ച്, റിമെയിൻ കോൺസ്റ്റന്റ്. അത് കോൺസ്റ്റന്റ് ആയി കീപ്പ് ചെയ്യണമെങ്കിൽ, ക്യാപിറ്റൽ എമൗണ്ട് കോൺസ്റ്റന്റ് ആയി കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ദെൻ വാട്ട് ഈസ് ഗുഡ്വിൽ? ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്വിൽ ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ഫേം. ഒരു ഫേമിന്റെ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ആണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും? അതെന്ത് തരും? വിച്ച് ഗീവ്സ് ആൻ എക്സ്ട്രാ പ്രോഫിറ്റ്, എക്സ്പെക്ടഡ് ഫ്യൂച്ചർ ഓവർ എബോവ് ഓഫ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിനേക്കാൾ ഓവർ ആൻഡ് എബോവ്, കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു റെപ്യൂട്ടേഷൻ നൽകുന്നതായിരിക്കും. അതിനാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓഫ് A and B, എയുടെയും ബിയുടെയും പാർട്ട്ണർഷിപ്പ് ഡീഡ് ഡസ് നോട്ട് ഇൻക്ലൂഡ്സ് ഗിവ് പ്രോഫിറ്റ് ഓൺ ദ ബേസ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ട് ഗുഡ്വിൽ പ്രോഫിറ്റ് കൊടുക്കണമെന്ന് അവർ ഡീഡ് പറയുന്നില്ല. അഥവാ ഡീഡിൽ ഗുഡ്വിൽ എന്തിനെ കുറിച്ച് പറയുന്നില്ല? പ്രോഫിറ്റ് ഷെയറിനെ കുറിച്ച് പറയുന്നില്ല. A ഇൻസിസ്റ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓൺ ദ ബേസ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. A പറയുന്നുണ്ട്, എടാ ഞാനാണ് കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് വേണം കൂടുതൽ പ്രോഫിറ്റ്. അങ്ങനെ ചെയ്യാൻ പറ്റൂലേ? പറ്റില്ല. കാരണം ഡീഡിലൊന്നും പറയുന്നില്ല. ഡീഡിലൊന്നും പറയുന്നുണ്ടെങ്കിൽ ഡീഡ് ഈസ് സൈലന്റ്. പ്രോഫിറ്റ് ലോസ് എങ്ങനെ ഷെയർ ചെയ്യണം? ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തിരിക്കണം. സോ ആ കേസ്, അഥവാ നമ്മൾ ഈ വർഷത്തെ AFSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ഡിഫറെന്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. കുറെ തിയറിറ്റിക്കലി ആയിട്ടും കുറെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സിൽ സിറ്റുവേഷൻ ഒക്കെ കേസ് സ്റ്റഡി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. വാട്ട് ഈസ് ഹിഡൻ ഗുഡ്വിൽ? ഹൗ വിൽ ബി ഫൗണ്ട്? എന്താ ഹിഡൻ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് ഒരു പാർട്ണർ ഗുഡ്വിൽ കൊണ്ടുവരുമല്ലോ അല്ലെ, ഹി വിൽ നോട്ട് ബ്രിങ്സ് ഗുഡ്വിൽ. പക്ഷേ അയാൾ എന്ത് ചെയ്യും? ഡിസൈഡ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ, എത്രയാണോ ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടത് അതിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ അയാൾ കൊണ്ടുവരും അല്ലെ. ഇൻ സച്ച് സിറ്റുവേഷൻ ഇറ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ക്യാപിറ്റലും കൂടി നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അഥവാ അയാളുടെ ആക്ച്വൽ ക്യാപിറ്റലിനേക്കാൾ, ആക്ച്വൽ ക്യാപിറ്റൽ അല്ല, ഡിസൈഡ്, അയാൾ കൊണ്ടുവരേണ്ട ക്യാപിറ്റലാണ് ഡിസൈഡ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണ് അയാൾ എന്ത് ചെയ്യുന്നത്? അയാൾ കൊണ്ടുവരുന്ന
ആക്ച്വൽ ക്യാപിറ്റൽ എങ്കിൽ ആ എക്സ്ട്രാ കൊണ്ടുവന്ന ക്യാപിറ്റൽ എന്താണ്? ഗുഡ് വിൽ ആണ് കേട്ടോ. സോ അതാണ് അതിന്റെ ഡിഫറൻസ് എന്നുള്ളത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫോളോയിങ് ഈ റിട്ടയർമെന്റിന്റെ സമയത്ത് അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായിട്ട് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് റീവാലുവേഷൻ അക്കൗണ്ട് അല്ലെ, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് റീവാലുവേഷൻ അക്കൗണ്ട്. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ? ലയബിലിറ്റി കുറയാ, അപ്പം ഡെബിറ്റ് എന്താ? ലയബിലിറ്റി അക്കൗണ്ട് ഡെബിറ്റ് റീവാലുവേഷൻ. നെക്സ്റ്റ് അടുത്ത് എന്താ? എയും ബിയും സി പാർട്ട്നേഴ്സ് ആണ്, 4:3:2 ആണ് കേട്ടോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബി റിട്ടയർ ആയി എയുടെയും സിയുടെയും റേഷ്യോ 5:3 ആണ്. എങ്ങനെയാ കാണാ? സിമ്പിൾ ആണ്. എന്ത് റേഷ്യോ കാണാനാ പറഞ്ഞത്? മറന്നുപോയി. ഗെയിനിങ് റേഷ്യോ അല്ലെ, ഗെയിനിങ് റേഷ്യോ കാണാം അല്ലെ. ഗെയിനിങ് റേഷ്യോ എങ്ങനെ കാണാം? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ് ഗെയിനിങ് റേഷ്യോ അല്ലെ. ആരൊക്കെ? എ ഉണ്ട്, ബി വേണോ? വേണ്ട, സി മതി അല്ലെ. ഇവിടെ ഓൾഡ് റേഷ്യോ എന്താ? ഇവരെ ന്യൂ റേഷ്യോ എങ്ങനെയാണ്? 5:3. അപ്പൊ 5/8 അല്ലെ. 5/8ഉം 3/8ഉം ആണ്. അപ്പൊ അതിന് ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്യണം. ഓൾഡ് റേഷ്യോ എങ്ങനെയാണ്? 4:3:2. അപ്പോൾ 4/7 4/9ഉം 2/9ഉം ആണ് അല്ലേ. 4/9 2/9 നോക്കാം. 5 × 9 45. 8 × -4 32. 8 × 9 = 72 13/72. 3 × 9 27. 8 × 2 -16 8 × 9 72. 11/72 അഥവാ 13:11 ആണ് എന്ത് ഇവരെ 13:11 ആണ് ഇവരുടെ ഗെയിനിങ് റേഷ്യോ. 13:11 ആണ് എന്തുള്ളത്? എക്കും സിക്കും ഗെയിന് വന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൊല്യൂഷൻ എപ്പോഴൊക്കെയാണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം അല്ല. എപ്പോഴൊക്കെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ടേക്സ് പ്ലേസ്? ഒക്കെ അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, അതുപോലെ തന്നെ വേറെയും കുറെ കേസ് എന്തൊക്കെയാണ്? അഡ്മിഷൻ കം റിട്ടയർമെന്റ് ഉണ്ട്, ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഒക്കെ എന്തുണ്ടാവും? പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആകും കേട്ടോ. സോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അപ്പോൾ 3 എഴുതിയാൽ മതി. ഡിസൊല്യൂഷന്റെ സമയത്ത് എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ ഈസ് പെയ്ഡ് ഓഫ്, അത് പേ ചെയ്യണം. വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റ്, അത് ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ജസ്റ്റിഫൈ ദ റീസൺ ജസ്റ്റിഫൈ ചെയ്യണം കേട്ടോ. ഇതൊക്കെ പ്രാക്ടിക്കൽ ആസ്പെക്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ നമ്മൾ ഡിസൊല്യൂഷൻ സമയത്ത് പാർട്ട്നേഴ്സിന്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് അവർക്ക് നമ്മൾ കൊടുത്ത് വീട്ടിയിരിക്കണം. സോ അതുകൊണ്ടാണ്, അഥവാ ആ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് സെറ്റിൽ ചെയ്യണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത്. അവർക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. ജസ്റ്റിഫൈ ദ റീസൺ എന്താണ്? നമ്മൾ ഡിസൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാ പാർട്ട്നേഴ്സിന്റെയും അക്കൗണ്ട്സ് എന്ത് ചെയ്തിരിക്കണം? ക്ലോസ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അവരെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് കംപ്ലീറ്റ്ലി കൊടുത്ത് തീർക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സപ്പോസ് യു വിഷ് ടു ബിക്കം എ പാർട്ണർ, നിങ്ങൾ ഒരു ഫേമിലെ പാർട്ണർ ആവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. സോ വിച്ച് മെത്തേഡ് ഡു യു സജസ്റ്റ് ടു അഡോപ്റ്റ് മെയിൻറ്റെയിൻ ക്യാപിറ്റൽ അക്കൗണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഏത് മെത്തേഡാണ് സജസ്റ്റ് ചെയ്യുക? ഏത് മെത്തേഡ് സജസ്റ്റ് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടം ക്യാപിറ്റൽ ആണെങ്കിൽ ഓക്കെ, അത് മതി. നിങ്ങൾക്ക് ഇഷ്ടം കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ഫിക്സഡ് മെത്തേഡ് ആണെങ്കിൽ അതൊക്കെ, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ചെയ്യാം. ജസ്റ്റിഫൈ, നിങ്ങൾ റീസൺ ജസ്റ്റിഫൈ ചെയ്യണം. രണ്ട് മെത്തേഡിന്റെ ഏത് മെത്തേഡ് ചെയ്താലും പ്രശ്നമല്ല. ഫിക്സഡ് ക്യാപിറ്റൽ ആണെങ്കിൽ നിങ്ങൾ രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് വേണം. ഒന്ന് കറണ്ട്, രണ്ടാമത് ക്യാപിറ്റൽ അക്കൗണ്ട്. ബാലൻസ് ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരൊറ്റ അക്കൗണ്ട് മതി. ബാലൻസ് എന്തായിരിക്കും? ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. സോ അങ്ങനെ 2-3 പോയിന്റ്സ് മാത്രം. നിങ്ങളുടെ ഏതാണോ അക്കൗണ്ട്, ആ മെത്തേഡ് ഏതാണെന്ന് പറയാം. അതിൽ 2-3 ഡിഫറൻസുകൾ അതിന്റെ പോയിന്റ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഏത് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ 2 പോയിന്റ്സ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. സിമ്പിൾ ആണ്. ഫേം ഹാസ് ഫോളോയിങ് ഡീറ്റെയിൽസ്. ഫേമിന് താഴെ കാണുന്ന കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. പ്രോഫിറ്റ് ഓഫ് ദ ലാസ്റ്റ് 5 years, 5 വർഷം കൊണ്ട് 20,000, 35, 30, 20,000, 25,000. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് 2 lakh, നോർമൽ റേറ്റ് 8%. The firm expect the same average profit for 3 years. Average profit 3 വർഷങ്ങളിൽ ഏകദേശം സെയിം എമൗണ്ട് ആയിരിക്കും. കാൽക്കുലേറ്റ് ദ ഗുഡ് വിൽ ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് വിത്ത് 3 years ഓഫ് പർച്ചേസ്. ഫസ്റ്റ് എന്താണ്? ആവറേജ് പ്രോഫിറ്റ് കാണാം. എങ്ങനെ? 3 years പർച്ചേസിൽ എങ്ങനെ ആവറേജ് പ്രോഫിറ്റ് കാണാം? ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ബൈ നമ്പർ ഓഫ് ഇയർ അല്ലേ. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 20, 35, 30, 20, 25 അല്ലേ. 25,000, 30,000 plus 35,000 plus 20,000 അല്ലേ. ഇത് 20 പ്ലസ് 25,000 അല്ല, എങ്ങനല്ലേ? യെസ്. ബൈ 5 എത്ര വരിക? 50, 50, 85, 105, 100, 1,30,000 ബൈ 5 ഈസ് ഈക്വൽ ടു 2,
26,000 26,000 വരും. ഇതാണ് ആവറേജ് പ്രോഫിറ്റ്. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ ഓഫ് പർച്ചേസ് അല്ലേ. 26,000 ഇൻറ്റു 2,60,000 ആയോ അതിലെ എന്താ ചെയ്യുക പോകത്തെ 26,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയർ ഓഫ് പർച്ചേസ് എത്രയാ 3 അല്ലേ. അപ്പം ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 78,000 78,000. ഇതാണ് ഓപ്ഷൻ എ. അപ്പോൾ ബി എങ്ങനെ കാണാം? ബി വളരെ സിമ്പിളാണ്. ബി നോക്ക് പോയിന്റ് ഗുഡ് വിൽ ഓൺ ദ ബേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം. സോ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാണാം? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് അല്ലേ. സോ നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കാണാം? നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്യാപിറ്റൽ എത്രയാണ്? 2 ലക്ഷം. നോർമൽ റേറ്റ് 8%. സോ 2 ലക്ഷം ഇൻറ്റു 8/100 ഈസ് ഈക്വൽ ടു 16,000. സോ നോർമൽ പ്രോഫിറ്റ് 16,000, ആവറേജ് പ്രോഫിറ്റ് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് 26,000 അല്ലേ. സോ 26,000 മൈനസ് 16,000 ഈസ് ഈക്വൽ ടു 10,000. 10,000 ആണ് എന്ത് നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ്. സോ സൂപ്പർ പ്രോഫിറ്റ് അല്ലേ. സൂപ്പർ പ്രോഫിറ്റ് വിത്ത് 3 ഇയർ ഓഫ് പർച്ചേസ് വേണ്ടേ. സോ 10,000 ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ ഓഫ് പർച്ചേസ് 30,000 ആണ് എന്തുള്ളത് ആൻസർ ഉള്ളത്. ഇനി എന്താ സിയിൽ എന്ത് ചെയ്യണം? ആൻസർ കണ്ടെത്തണം. സിമ്പിൾ ആണ്, എല്ലാത്തിലും നമുക്ക് കണ്ടെത്താം കേട്ടോ. കാൽക്കുലേറ്റ് ഗുഡ് വിൽ ഓൺ ദ ബേസിസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡാ. സോ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എങ്ങനെ കാണാം? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ്. നോർമൽ റേറ്റ് 8% അല്ലേ. സൂപ്പർ പ്രോഫിറ്റ് 10,000 ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് അല്ലേ. നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ കട്ട് ചെയ്തിട്ട് 1. അപ്പോൾ 2 20 20 2 ഉണ്ടാവും 4 40 5. അപ്പം ആൻസർ എത്ര? 1,25,000 ആണെന്നുള്ളത് ആൻസർ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പോൾ എ ബി സി. അപ്പോൾ ഇത് എത്ര? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. സോ 5 മാർക്കല്ല 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. ഓക്കെ. സോ ഇനി എന്താ ജനറലി ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ 3 സ്റ്റെപ്പിൽ നമുക്ക് ഗുഡ് വിൽ ചെയ്താൽ മതി. ഇനി എന്താ എ ബി സി ആർ പാർട്ട്നേഴ്സ് 3:2:1 ആണ്. ബാലൻസ് ഷീറ്റുകൾ തന്നിട്ടുണ്ട്. എന്താ ഉള്ളത്? ബി റിട്ടയർ ആവാട്ടോ. ബി റിട്ടയർ ഗുഡ് വിൽ 9,000 ആണ്. ആൻഡ് ഗുഡ് വിൽ നോട്ട് ടു ബി ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് ഫേം. ഫേമിന്റെ ബുക്സിൽ എന്ത് ചെയ്യരുത്? ഗുഡ് വിൽ കാണിക്കരുത്. മെഷീനറി വുഡ് ബി ഡിപ്രിസിയേറ്റഡ് ബൈ 10%. മോട്ടർമാൻ ബൈ 15%. ഡിപ്രിസിയേഷൻ ഉണ്ട്. അപ്പോൾ റീവാലുവേഷനെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ എഴുതണം. സ്റ്റോക്ക് അപ്രീസിയേറ്റ് ചെയ്യും, ബിൽഡിംഗ് അപ്രീസിയേറ്റ് ചെയ്യും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 975 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. വർക്ക്മാൻ കോമ്പൻസേഷൻ ലയബിലിറ്റി വന്നു. സോ ഡെബിറ്റ് സൈഡിൽ എഴുതണം കേട്ടോ. സോ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ് കേട്ടോ. സോ നോക്കാം, നമുക്ക് എന്താ നോക്കാം? റീവാലുവേഷൻ അപ്പോൾ പ്രിപ്പയർ ചെയ്യണം. സോ റീവാലുവേഷൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാം. സിമ്പിൾ പരിപാടിയല്ലേ, വലിയ പണിയൊന്നും ഇല്ലല്ലോ. സോ ഇങ്ങനെ റീവാലുവേഷൻ ചെയ്യാം. ഇങ്ങനെ വരയ്ക്കുക ടൺ. സിമ്പിൾ വരയ്ക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് പർട്ടിക്കുലേഴ്സ് amount ഓക്കെ സെറ്റ് ആയില്ലേ. ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഐറ്റംസ് എഴുതണം. റീവാലുവേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഓരോ ഐറ്റംസ് റീവാല്യൂ ചെയ്യണ്ടേ നോക്കാം. മെഷീനറി 10% ഡിപ്രിസിയേറ്റ് ചെയ്യും. മോട്ടർമാൻ 15%. സോ മെഷീനറി 10 എന്ന് പറയുമ്പോൾ എത്ര? 10,000 10% എത്ര? 10/100 ഈസ് ഈക്വൽ ടു 1,750. മെഷീനറി. മോട്ടർമാൻ എത്ര? 20%. 20 അല്ല 15% അല്ലേ. അപ്പോൾ 15% പറയുമ്പോൾ എത്ര ഉണ്ടാവും? 600 രൂപ. സോ 600 അല്ലേ. 10ഉം 15ഉം. അപ്പം മെഷീനറി 1,750, മോട്ടോർ വാൻ 600, 1,750. മെഷീനറി. ഇതെന്താ? മോട്ടോർ വാൻ. ഓക്കെ, അടുത്ത ഐറ്റം എന്താ നോക്കാം. ഇത് കഴിഞ്ഞിട്ടോ. സ്റ്റോക്ക് 20%, ബിൽഡിംഗ് 10%. സ്റ്റോക്ക് 20%, സ്റ്റോക്ക് 20. അപ്പോൾ ഇതിൻ്റെ 20% എത്ര? 2,500. മെഷീനറി എത്ര? അല്ല, ബിൽഡിംഗ് 10%, 2,250, 2,250. 2,500, 2,250. ഇതെന്താ? സ്റ്റോക്ക്. ഇതെന്താണ്? അയ്യോ, പേര് പറഞ്ഞു. ബിൽഡിംഗ് അല്ലേ. ബിൽഡിംഗ് 10% കൂടി. സോ ബിൽഡിംഗ് ഇത് കുറച്ച് വൃത്തിയൊക്കെ ഏതാണല്ലേ.
നിങ്ങൾ ആൻസർ ഷീറ്റിൽ നല്ല വൃത്തിയിൽ എഴുതണം കേട്ടോ. എൻ്റെ ഓൾറെഡി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറ്റം പറയരുത്. പാവാണ് ഞാൻ, ലിബാൻ സാറല്ലേ, നിങ്ങൾ ക്ഷമിച്ചേക്കിട്ടോ മക്കളെ. 250 ബിൽഡിംഗ് കഴിഞ്ഞു. അടുത്ത ഐറ്റം എന്താ, ഇത് കഴിഞ്ഞു. പ്രൊവിഷൻ 975. ഇൻക്രീസ് ഓൾറെഡി പ്രൊവിഷൻ ഉണ്ട്, അതിന് പുറമെ എക്സ്ട്രാ 975 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം 975 എന്താണ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഇനി അടുത്ത ഐറ്റം ഉണ്ടോ, ലയബിലിറ്റി 825 വർക്ക്മെൻ കോമ്പൻസേഷൻ ഉണ്ട്. 825 എന്താണ്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്. ഞാൻ ഷോർട്ട് ഫോം ആക്കി എഴുതിയിട്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യണം. സോ നമുക്ക് ഏ സൈഡാണ് ടോട്ടൽ കൂടുതൽ ഉണ്ടാവുക, 900, 1000, 1800, 2400, 3400, 200. ഓക്കെ, ഏ സൈഡാണ് കൂടുതൽ, ഈ സൈഡാണ് കൂടുതൽ. എത്ര, 4750. സോ 4750 ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 1000, 1800, 2400, 3400, 4150, 4150 കുറച്ച് ബാക്കി 600 ഉണ്ടാവും. 600 ഉണ്ടാവുക. 600 ആരൊക്കെ വീതിക്കണം, എ ബി സി അല്ലേ, എ ബി സി. എ ബി സിക്ക് ഏത് റേഷ്യോ അല്ല, 3:2:1 അല്ലേ, 3:2:1. 300, 200, 100. ഇങ്ങനെ 600 രൂപയാണ് റീവാലുവേഷനിലോ പ്രോഫിറ്റ് ഉള്ളത്, അത് വീതിച്ചെടുത്ത്. ഇനി അടുത്തായിട്ട് എന്താ, ക്യാപിറ്റൽ അക്കൗണ്ട് പറയണം. സോ ക്യാപിറ്റൽ അക്കൗണ്ട് കുറച്ച് വീതിയൊക്കെ വേണ്ടേ, ക്യാപിറ്റൽ അക്കൗണ്ട് കുറച്ച് വർക്കിങ്സുകളൊക്കെ ചെയ്യാണ്ട് കേട്ടോ. ഇത്ര വേണ്ട, ഇത്ര മതി. ഓ ഓടി, ഞാൻ സംഭാവന കേട്ടോ, ഞാൻ സംഭാവന പിന്നെ തെളിയിക്കുകയാണേ. വേണ്ട, സംഭവം പോയി. പ്ലേ എ സി ബി എ സി സി ബി എ. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് സി ബി എ, പർട്ടിക്കുലർ ഡെബിറ്റ് സൈഡ് പർട്ടിക്കുലർ എ ബി സി. ഫസ്റ്റ് എന്താ ചെയ്തേണ്ടത്, ബൈ ബാലൻസ്. ഒരു ബാലൻസ് എത്രയുള്ളത് നോക്കാം, 20, 15, 12,500. 20, 15, 12,500. 20, 15, 12,500. ഓ ഓ ഓ 20, 15,000, 12,500 ബാലൻസ് ചെയ്ത്. ഇനി എന്താ ഉള്ളത് നോക്കാം. റിസർവ് ഫണ്ട് ഉണ്ട് 3:2:1. 6000, 3, 2, 1. അതെങ്ങനെയാണ് ഷെയർ ചെയ്യുക, ഇൻറ്റു 3/6 ഇൻറ്റു 2/6 ഇൻറ്റു 1/6 ബൈ റിസർവ്. കഴിഞ്ഞു. അടുത്ത ഐറ്റം എന്താ, ഇല്ല. ഇനി എന്താ ഉള്ളത്, റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. സോ ബൈ റീവാലുവേഷൻ എത്രയാ, 300, 200, 100. അതന്നല്ലേ, കറക്റ്റ് തന്നെയല്ലേ, യെസ്. ഇനി എന്താ ഉള്ളത്, ഗുഡ്വില്ലിന് വർക്കിങ്സ് ഉണ്ടടാ. ഗുഡ്വിൽ എന്താ നോക്കുക, ഗുഡ്വിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഡയറക്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം അല്ലേ. അപ്പം നോക്കി, ഇവിടെ ആർക്കാണ് സാക്രിഫൈസ് ചെയ്തത്, ഇവിടെ സാക്രിഫൈസ് ആരാ, ഗെയിൻ ആരാ, ശരിക്കും 3:2:1 ആണ് ഷെയർ അല്ലേ. എ ബി സിക്ക് 3:2:1 ആണ്. ആരാ റിട്ടയർ ചെയ്യുന്നത്, ബി റിട്ടയർ ചെയ്തു. അപ്പൊ ന്യൂ റേഷ്യോ എന്താ, ന്യൂ റേഷ്യോ 3:2 അല്ലേ. അപ്പൊ നോക്കാം, എയും ബിയും ഇവിടെ ചെയ്യാം, ഇവിടെ ചെയ്യാം. ഗെയിനിങ് റേഷ്യോ അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ്വിൽ എങ്ങനെയാ, ഗുഡ്വിൽ ആദ്യം 3:2:1 3:2. ഈ രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ആരൊക്കെയാ, എ ബി സി. ബിയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയാ, 2/6 അല്ലേ. 2/6 ഇൻറ്റു 9,000 എത്രയാണ് വരുന്നത്, 2/6 9,000 എന്ന് പറയുന്ന
3000 അല്ലേ, 3000. ഈ 3000 എന്ത് ചെയ്യണം, ഏത് റേഷ്യോയിലാണ്, സാക്രിഫൈസിങ് റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത് ബാക്കി പാർട്ട്നേഴ്സ്, സോറി ഗെയിനിങ് റേഷ്യോയിൽ എന്ത് ചെയ്യണം ബാക്കി പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം അല്ലേ. സോ ഇവരെ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ നമ്മുടെ വ്യത്യാസം എന്താ, എക്ക് 3/6 ആയിരുന്നു, ഇപ്പം 3/5 ആണ്. സിക്ക് 1/6 ആയിരുന്നു, ഇപ്പം 2/5 ആണ്. അപ്പൊ ഇതിന്റെ വ്യത്യാസം നോക്ക്, 3/6 3/6 മൈനസ് 3/5 അഥവാ സാക്രിഫൈസിങ് റേഷ്യോ ഗെയിനിങ് റേഷ്യോ കാണും. എങ്ങനെയാണ്, 3/6 മൈനസ് 3/5 മൈനസ് 3/6 കേട്ടോ, 3/5 അഥവാ ഇതാണ് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ 3/6. അപ്പോൾ 3 × 6 18, 5 × 3 മൈനസ് 15 ബൈ 5 × 6 30 അഥവാ 3/30 ആണ്. ഇനി ആര് കാണണം, 2/5 മൈനസ് 1/6 അല്ലേ, അതെവിടെ കാണും, 2/5 മൈനസ് 1/6. 2 × 6 is equal to 12. 5 × -1 is equal to -5 by 5 × 6 30 is equal to 7/30. അപ്പൊ എങ്ങനെയാടാ, 3:7 ഷെയർ ചെയ്യുക, 3:7. അപ്പൊ 3:7 3000 ഷെയർ ചെയ്യുമ്പോൾ 900 2100 ഇങ്ങനെയാണ്. അഥവാ ഈ 3000 ഗുഡ്വിൽ 900 ആര് കൊണ്ടുവരണം, എ കൊണ്ടുവരണം, 2100 സി കൊണ്ടുവരണം. സോ ബൈ എ ആർക്ക്, ബിക്ക് 900 കൊടുക്കും, ബൈ സി 2100 കൊടുക്കും. അപ്പം 2B എ എത്ര 900 കൊടുക്കും, സി 2100 കൊടുക്കും. ഇത് ഗുഡ്വിൽ ആട്ടോ, ഗുഡ്വിൽ നമ്മുടെ എഴുതൂല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഗുഡ്വിൽ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്യാൻ പോവാണ്. 12500 13500 13600 ഇവിടുത്തെ ഉണ്ട് 15 3000 18000 22000 22 15 20200 കേട്ടോ, മാറിപ്പോയി, തെറ്റിപ്പോയി, 20200 അല്ലേ, 15 17 17 200 17 200 20 200 20 23 300 23 300. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്യാൻ പോവാണ്. 23 300 20 200 20 13 600 അല്ലേ, 13 600 മൈനസ് 2 200 11 11 500. ഇവിടെ എന്താ, ഇവിടെ 20 200, അത് കുറച്ച് മുകളിൽ എഴുതണം, ഞാൻ പറഞ്ഞുതരാം. ബാലൻസ് 0. 23 300 മൈനസ് 900 വരിക, 22 400. ഇതെന്താ, ടു ബാലൻസ്, ഇത് വരെ ബാലൻസാ, ടു ബീസ് ലോൺ അക്കൗണ്ട്, ബിയുടെ ലോൺ അക്കൗണ്ടിലേക്ക് ആ 20 200 ലോൺ അക്കൗണ്ടിലേക്ക് പോകും. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ബാലൻസ് ഷീറ്റ് സിമ്പിളാണ്, കാരണം കുറച്ച് ഐറ്റംസ് അല്ലേ ഉള്ളൂ. balance sheet on the date of retirement, liability, amount, assets, ഓക്കെ. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. സോ ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് എന്താണ്, ക്യാഷ് എത്രയാ, ക്യാഷ് 1250, അതിൽ മാറ്റമൊന്നുമില്ല അല്ലേ, 1250. കുറച്ചൊരു ഓർഡർ ചെയ്യും, 1250. അടുത്ത ഐറ്റം എന്താ, ക്യാഷ് കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സ് 8000 മൈനസ് 250 മാത്രമല്ല 8000 പിന്നെ എന്തുണ്ട്, എക്സ്ട്രാ 975 കൂടി ഉണ്ട്. അപ്പോൾ 250 പ്ലസ് 975 എത്രയാ, സോറി 875, 900 875 അല്ലേ, 975 ആണല്ലേ, 975. അപ്പം 1100
1225. 1225 ഏതിൽ നിന്ന് മൈനസ് ചെയ്യണം? 8000 8000 മൈനസ് 1225 എത്രയാ? 7000. 6775. 6775 ഡെപ്റ്റേഴ്സ്. ഞാൻ ടോട്ടൽ ചെയ്യുന്നുള്ളൂ കേട്ടോ, കാരണം സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അതായിട്ട് എന്താ ഡെപ്റ്റേഴ്സ് കഴിഞ്ഞു. ദെൻ സ്റ്റോക്ക് 12500 പ്ലസ് 20%, 2500. ഇപ്പോൾ 15000. സ്റ്റോക്ക് 15000. സ്റ്റോക്ക് 15000. നെക്സ്റ്റ് ഐറ്റം എന്താണ്? മോട്ടോർ വാന് 4000 മൈനസ് 600, 3400 അല്ലേ? 3400 എന്താണ്? മോട്ടോർ വാൻ. മെഷീനറി 17500 പ്ലസ് 1250. അപ്പം 18 മൈനസ് ആണോ? അല്ല, മോട്ടോർ വാൻ ഇൻക്രീസ് അല്ലേ? അല്ല, ഡിക്രീസ് ആണല്ലേ? അപ്പം 17000 മൈനസ്, അപ്പം 16500, 16000, 15750. 15750. കഷ്ടം. മെഷീനറി 15750. ലാസ്റ്റ് ആയിട്ട് എന്താ? ബിൽഡിംഗ് 22500 പ്ലസ് 250. അപ്പം 24750. 24750 ഏതാ? ബിൽഡിംഗ്. സോ അസറ്റ് ടോട്ടൽ എത്ര കിട്ടുന്നുണ്ട്? 30, 39, 40500, 43900, 58900, 58900, 58900, 58900 കഴിഞ്ഞാൽ 64900, 64900, 65900, 66150, 66850, 66,925. മനക്കണക്കാണ്, ചിലപ്പോൾ തെറ്റും. നോക്കാം. ലയബിലിറ്റി സൈഡ് കൊണ്ട് ടോട്ടൽ ചെയ്ത് നോക്കാം. ലയബിലിറ്റി സൈഡ് എന്താ? ക്രെഡിറ്റ് 9500, ബിൽസ് പേബിൾ 2500. 9500 എന്താ? ക്രെഡിറ്റേഴ്സ്. ഇതെന്താ? ബിൽസ് പേബിൾ. പിന്നെന്താ ഉള്ളത്? ബീസ് ലോണ്, ക്യാപിറ്റൽ അക്കൗണ്ടോ, എയുടെയും സിയുടെയും അല്ലേ? ബീസ് ലോൺ എത്ര? ബിയുടെ ലോൺ 20200 അല്ലേ? 20200. 20200. ലോൺ ക്യാപിറ്റൽ എത്ര? 22400, 11500. 22400, 11500. പക്ഷെ ഒരു ഐറ്റ് കൂടി ഉണ്ടല്ലോ. റീവാലുവേഷനിലുള്ള വർക്ക്മാൻ കോമ്പൻസേഷൻ 825 ഉണ്ട്. അത് ഞാൻ എഴുതാൻ വിട്ടു. 825. സോ നമ്മുടെ സ്പേസ് വിട്ടത് എന്താണ്? വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് ടോട്ടൽ ചെയ്ത് നോക്കാം. എത്ര ഉണ്ടാവും? 33,900, 66,925. യെസ്, 2 സൈഡും കറക്റ്റാണ്. 66,925 കണ്ടല്ലേ? സൈഡും ലയബിലിറ്റി സൈഡും കറക്റ്റായി. സോ റിട്ടയർമെന്റ് സമയത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ജനറലി ചോദിക്കാറില്ലായിരുന്നു, പക്ഷേ ഈ വർഷം ചോദിച്ചിട്ടുണ്ട് FSL. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഉള്ളത് റിയലൈസേഷൻ അക്കൗണ്ടുമായി ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. സോ നമുക്ക് ചെയ്തോ. സോ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഉള്ള അടുത്ത വലിയ SA മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. AFSന് മാത്രമാണ് ക്യാഷ് അക്കൗണ്ട് അടക്കം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് ക്യാഷ് അക്കൗണ്ട് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ്? ശങ്കർ മനോഹർ 2 പേരാണ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് കേട്ടോ. സോ ഇവർ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ്? 3:1 ആണ്. അപ്പോൾ ശങ്കറിനാണ് 3, മനോഹറിന് 1 റേഷ്യോ മാത്രമേ ഉള്ളൂ. 1/1/2023 ഫേം ഡിസോൾവ് ആയി. ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റ് ഉണ്ട്, ലോണ്, ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, പിന്നെ ക്യാപിറ്റലും, ക്യാഷ് ഉണ്ട്, ബിൽഡിംഗ്, സ്റ്റോക്ക്, P&L അക്കൗണ്ട് അഥവാ അക്യൂമുലേറ്റഡ് ലോസ് ഉണ്ട് 60,000. ഇത് വരെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബിൽഡിംഗ് ഇതാ, ഈ ബിൽഡിംഗ് റിയലൈസ് ചെയ്യുന്ന എത്രയാണ്? 6,50,000 അഥവാ 1.5 ലക്ഷം കൂടുതൽ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദെൻ സ്റ്റോക്ക് 12,000, അപ്പോൾ വളരെ കുറവാണ് സ്റ്റോക്ക് നിന്ന് കിട്ടുന്നത്. പിന്നെ ഉള്ളത് സ്റ്റോക്ക് 12,000 കഴിഞ്ഞാൽ ഫേം ഹാസ് എ ജോയിന്റ് ലൈഫ് പോളിസി. 5 lakh rupees ഒരു ജോയിന്റ് ലൈഫ് പോളിസി ഉണ്ടായിരുന്നു, വിച്ച് വാസ് സറണ്ടേർഡ് ഫോർ 1,27,000 ആണെന്നുള്ളത്. ഇത് സറണ്ടർ ചെയ്ത്, അതായത് നമ്മൾ ഓൾറെഡി ഒരു ജോയിന്റ് ലൈഫ് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു? 1,27,000 നമ്മൾ എന്ത് ചെയ്തു? സറണ്ടർ ചെയ്തു. ദ ആനുവൽ പ്രീമിയം പെയ്ഡ്, നമ്മൾ ആ ഒരു ജോയിന്റ് ലൈഫ് പോളിസിക്ക് ആനുവൽ പ്രീമിയം പേ ചെയ്തിട്ട് നേരെ P&L അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത്
അതത് വർഷം തന്നെ ആ പ്രീമിയം നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് അത് P&L ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് എന്താകുന്നുണ്ട് ലോസ് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത്തരം അക്കൗണ്ട്സ് ഒന്നും കൂടെ വേണ്ട, നമുക്ക് ഈ ഒരു സറണ്ടർ വാല്യൂ മാത്രം കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. സോ ഇനി എന്താ, പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ JLP-യുമായി റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ജനറലി ചോദിക്കാറൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിയലൈസേഷൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്തെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഫസ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോകണം കേട്ടോ. സോ റിയലൈസേഷൻ അക്കൗണ്ട് വലിയ അധികം കൺഫ്യൂഷൻ ആയിട്ടൊന്നുമില്ല. ആകെ നിങ്ങൾക്ക് ആ ജോൺ ലൈഫ് പോളിസി മാത്രമേ എന്തുണ്ടാവുള്ളൂ, പിന്നെയും കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. എവിടെയാ, ഓക്കെ. റിയലൈസേഷൻ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. സോ ഓക്കെ ഓക്കെ. സോ നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ടിൽ ഫസ്റ്റ് എന്താ വരിക, ആദ്യം റിയലൈസേഷൻ അക്കൗണ്ടിൽ അസറ്റ്സുകളായ ക്യാഷും ബിൽഡിങ്ങും, സോറി സ്റ്റോക്കും ബിൽഡിങ്ങും മാത്രം ഡെബിറ്റ് സൈഡിൽ എഴുതണം. സോ ഇവിടെ പർട്ടിക്കുലേഴ്സ്, amount. So building stock 30,000, building 5 lakh rupees. So ഇത് രണ്ടും കഴിഞ്ഞു, ബിൽഡിംഗ് കഴിഞ്ഞു, സ്റ്റോക്ക് കഴിഞ്ഞു. ഇനി ലോൺ ആയിട്ട് 70,000, ക്രെഡിറ്റർ 1,30,000. സോ ലോണ്, ക്രെഡിറ്റർ 70,000, 1,30,000. സോ ഇപ്പം തന്നെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പകുതി കഴിഞ്ഞു. റിയലൈസേഷൻ അക്കൗണ്ട് പകുതി, അഥവാ അസറ്റ്സും ലയബിലിറ്റീസും റിയലൈസേഷൻ അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡ് അസറ്റും ക്രെഡിറ്റ് സൈഡിൽ ലയബിലിറ്റി എഴുതുന്നതോടുകൂടി എന്തായി, അതങ്ങ് സീറോ ആയി. അത് ഇനി ഒന്നും ചെയ്യാനില്ല. സീറോ മീൻസ് സീറോ ആയി എന്നല്ല, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇനി എന്താ, നമ്മൾ റിയലൈസേഷൻ ചെയ്യുന്ന സമയത്ത് അസറ്റ് വിറ്റപ്പോൾ ബിൽഡിങ്ങും അതുപോലെ തന്നെ ബിൽഡിംഗ് അസറ്റ് അഥവാ അസറ്റ് സെല്ല് ചെയ്ത സമയത്ത് ബിൽഡിംഗ് വിൽക്കുമ്പോൾ 6,50,000 കിട്ടി, 6,50,000 രൂപ കിട്ടി. പിന്നെന്താ ഉള്ളത്, സ്റ്റോക്ക് വിറ്റപ്പോൾ 12,000 രൂപ കിട്ടി. സ്റ്റോക്ക് 12,000 രൂപ കിട്ടി. JLP അഥവാ നമുക്കൊരു ജോയിന്റ് ലൈഫ് പോളിസി ഉണ്ടായിരുന്നു. സോ ആ ജോയിന്റ് ലൈഫ് പോളിസി സറണ്ടർ ചെയ്തു. നമ്മൾ ബിസിനസ് ഡിസോൾവ് ചെയ്യാം, അതുകൊണ്ട് ആ ജോയിന്റ് ലൈഫ് പോളിസി സറണ്ടർ ചെയ്യാണ്. സറണ്ടർ ചെയ്യുമ്പോൾ എത്ര കിട്ടി, 1,27,000. അത് ക്യാഷായി കിട്ടും. അഥവാ 1,27,000 എന്ത് ചെയ്തു, നമ്മൾ റിയലൈസേഷൻ നമുക്ക് ക്യാഷായി കിട്ടി. സോ ഇത് എത്ര ഉണ്ടാകും, 9,000, 12,000 പ്ലസ് 20, 30, 80, 7,80,000, 6,50,000, 7,77,000, 7,80,000, 7,89,000 റുപ്പീസ് ആണ് നമുക്ക് മൊത്തം ക്യാഷായി കിട്ടിയത്. സോ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യും, ഇവിടെ ക്യാഷ് എന്താ 7,89,000 ഇത്ര നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളത്. വേറെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നുണ്ടോ, വേറെ ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ അതിനർത്ഥം എന്താ, ഈ ലോണും ക്രെഡിറ്റേഴ്സ് നമ്മൾ 2 lakhന് പേ ചെയ്തു. അഥവാ ഒരു കാര്യം കൂടി പറയുന്നുണ്ടെന്ന് തോന്നുന്നു, ക്രെഡിറ്റേഴ്സ് വെർ സെറ്റിൽഡ് 1,29,000. അപ്പോൾ നമ്മൾ പേ ചെയ്യുന്ന എത്രയാണ്, ക്രെഡിറ്റേഴ്സിന് 1,29,000, 1,30,000 കൊടുക്കണ്ട. പിന്നെ ലോൺ നമ്മൾ എങ്ങനെ പേ ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ അതിനർത്ഥം എന്താ, ലോൺ ഫുൾ എമൗണ്ട് നമ്മൾ കൊടുത്തു, അഥവാ 70,000 ലോൺ കൊടുത്തു എന്നർത്ഥം. സോ 70,000 റുപ്പീസ്. അപ്പം 1,99,000 ഉണ്ടാവും അല്ലേ, 1,99,000 രൂപ. അപ്പം ക്യാഷ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ക്യാഷ് ആണോ ബാങ്ക് ആണുള്ളത്, ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് ആയിട്ട് 1,99,000 രൂപ കൊടുത്തു. സോ അങ്ങനെ ആകുമ്പോൾ ഡിഫറൻസ് എത്രയാണ്, നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുക. ഏ സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. സോ ടോട്ടൽ എത്രയാണ്, 7,89,000 പ്ലസ് 2 lakh അല്ലേ, 9,89,000. 9,89,000 ഉണ്ടാവും, കറക്റ്റ് തന്നെയല്ലേ, യെസ് 9,89,000. അപ്പോൾ ഇവിടെ 9,89,000 എന്ന് എഴുതാം. എന്നിട്ട് ഇതിന്റെ ഡിഫറൻസ് നോക്കാം. ഇവിടെ എത്രയുള്ളത്, 5,80,000, 5,80,000, 6,80,000 അല്ലല്ലേ, 5 lakh സോറി മാറിപ്പോയി, 5,30,000. ബിൽഡിങ്ങിന് 5 ലക്ഷം, സ്റ്റോക്ക് 30,000. അപ്പോൾ 5,30,000 പ്ലസ് 1,99,000. അപ്പോൾ 6,29,000 ഉണ്ടാവും അല്ലേ. സോ നോക്കടാ, 6,99,000, 7,29,000. ഞാൻ ടോട്ടൽ ചെയ്തപ്പോൾ മാറിപ്പോയി. അഥവാ 5 lakh പ്ലസ് 1,99,000 പ്ലസ് 30,000 എത്ര ഉണ്ടാവും, 0, 0, 0, 9, 2, 1, 9, 2, 1 അഥവാ
7,29,000 7,29,000 ഉണ്ടാവും. സോ 9,89,000 ആണ് ഡെബിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡിൽ 7,29,000. ഡിഫറൻസ് എത്രയാ? 0,0,0,0,6,2 26,000 സോറി 2,60,000 ഉണ്ടാവും. സോ 2,60,000 നമുക്ക് എന്തുണ്ട്? റിയലൈസേഷനിൽ പ്രോഫിറ്റ് ഉണ്ട്. ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. അപ്പൊ ഇത് ആർക്കൊക്കെ കൊടുക്കും? നമ്മുടെ ശങ്കറിനും മനോഹറിനും കൊടുക്കും. സോ ശങ്കർ, മനോഹർ ഇവർക്ക് എങ്ങനെയാണ് 2,60,000 ഇൻറ്റു 3:1 അഥവാ 3/4 1/4 ഷെയർ ചെയ്യുമ്പോൾ 1,35,000 1,30,000 65,000 ഇയാൾക്കും 1,30,000 1,95,000 ഇയാൾക്കും. സോ 1,95,000 65,000 ഉണ്ടാവും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ JLPന്റെ മാത്രം അസറ്റ്സ് മൊത്തം ഇവിടെ എഴുതാം, ലയബിലിറ്റീസ് മൊത്തം ഇവിടെ എഴുതാം. അസറ്റ്സ് വിറ്റപ്പോൾ ബിൽഡിംഗ് വിറ്റപ്പോൾ 6,50,000 കിട്ടി. സ്റ്റോക്ക് വിറ്റപ്പോൾ 12,000 കിട്ടി. JLP സറണ്ടർ ചെയ്തു. JLP അസറ്റ് സൈഡിലോ ലയബിലിറ്റി സൈഡിലോ നമ്മൾ അൺറെക്കോർഡ് അസറ്റ് പോലെ കാണില്ലേ? അങ്ങനെ കണ്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. JLP എന്ന JLPക്ക് പല ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. CA CMA ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഡിഗ്രി ലെവലിൽ നിങ്ങൾ പഠിക്കും. പക്ഷെ ഇവിടെ ഞാൻ ജസ്റ്റ് പറയാണ് JLP എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ബാലൻസ് ചെയ്ത് നമ്മൾ ഒരു റിസർവ് പോലെയുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ നമുക്കത് ഇൻഷുറൻസ് പോലെ നമ്മൾ സറണ്ടർ ചെയ്യും. ഇൻഷുറൻസ് പോലെ നമ്മൾ ഒരു പ്രീമിയം അടക്കുക ചെയ്യും. പ്രീമിയം ഇൻഷുറൻസിന്റെ പേയ്മെന്റ് അടക്കണ്ടേ? അങ്ങനെ എല്ലാ മാസം നമ്മൾ പേയ്മെന്റ് അടക്കുന്നുണ്ട്. അത് എവിടെയും കാണൂല. അത് P&L മാത്രമേ കാണൂ. അതിവിടെ പറയുന്നൊരു ക്വസ്റ്റൻ എന്താണ്? അത് P&L അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ P&L അക്കൗണ്ട് ഇല്ലല്ലോ. ഇവിടെ ഉണ്ടോ? ഇവിടെ P&L അക്കൗണ്ട് ഇത് കൊടുക്കുക. അപ്പോൾ P&L അക്കൗണ്ട് ഇത് കാണൂല. കാരണം നമ്മൾ ബാലൻസ് ഷീറ്റിൽ P&L അക്കൗണ്ട് കാണിക്കൂല. അപ്പോൾ ഇതെന്താ സാറേ P&L അക്കൗണ്ട്? ഇത് അക്യുമുലേറ്റഡ് ലോസ് ആണ്. ഈ P&L മറ്റേ P&L ഡിഫറെന്റ് ആണ് കേട്ടോ. അത് വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു JLP സറണ്ടർ ചെയ്യും. അഥവാ ഞാനൊരു ഇൻഷുറൻസ് അടച്ചില്ലേ, അത് എനിക്ക് വേണം. നമ്മൾ അവിടെ പോയി പറയും. ആ ഇൻഷുറൻസ് ഓഫീസർ പറയുമ്പോൾ നിങ്ങളെ ഇൻഷുറൻസിന് ഇപ്പോഴത്തെ തുക 1,27,000 ആണ്. അതാണ് നമ്മൾ കിട്ടിയത്. ആ ഒരു 1,27,000 നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്തു? ഈ റിയലൈസേഷനിൽ ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കും. അപ്പോൾ ടോട്ടൽ കിട്ടിയ അത്രേ 7,89,000 ക്യാഷ് ആയി കിട്ടി. അത് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ലയബിലിറ്റി ആയ ലോണും ക്രെഡിറ്ററും വിറ്റപ്പോൾ കൊടുത്തയച്ചപ്പോൾ 1,99,000 ആയി. സോ രണ്ട് സൈഡ് ഡിഫറൻസ് എത്ര? 2,60,000. അത് 3:1 നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ 2 പാർട്ട്നേഴ്സ് ആണുള്ളത്. 2 പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അധികം കൺഫ്യൂഷൻ ഒന്നുമില്ല. കാരണം ആകെ P&L അക്കൗണ്ട് ഉണ്ടാകും, പിന്നെ റിയലൈസേഷൻ പ്രോഫിറ്റ് ഉണ്ടാകും. 2 ഐറ്റംസ് മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. അധികം കൺഫ്യൂസിംഗ് ആയിട്ടൊന്നുമില്ല കേട്ടോ. സിമ്പിൾ ക്വസ്റ്റൻ. ആ JLPന്റെ കൺഫ്യൂഷൻ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. വേറെ കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ഒരു ക്വസ്റ്റനിൽ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് അല്ല, അതായത് കുറച്ചൊരു ഡിഫിക്കൽട്ട് എന്തെങ്കിലും ഒരു പോർഷൻ മാത്രമേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെന്താ? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ഇപ്പുറം ക്രെഡിറ്റ് സൈഡ്. സോ നോക്കാം. ഫസ്റ്റ് എന്താ എഴുതേണ്ടത്? ക്യാപിറ്റൽ ബാലൻസ് 3,00,000 1,10,000 ആണ് അല്ലേ? സോ മനോഹറും പിന്നെ ആരാ? സോറി, മനോഹർ അല്ലല്ലോ, ശങ്കറും മനോഹറും അല്ലേ? ഇതാണ് മനോഹർ, ഇതാണ് നമ്മുടെ ശങ്കർ. എവിടെ? ശങ്കർ മനോഹർ. സോ ഫസ്റ്റ് എന്താ? ബൈ ബാലൻസ് 3,00,000 ഇയാൾക്കുണ്ട്, 1,10,000 ഇയാൾക്കുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 3,00,000 1,10,000. റീവാലുവേഷൻ പ്രോഫിറ്റ് 1,95,000. സോറി, റീവാലുവേഷൻ റിയലൈസേഷൻ 1,95,000. ഇവിടെ 65,000. പിന്നെ എന്താ ഉള്ളത്? പിന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ലോസ് ഉണ്ട് 60,000. സോ 60,000 ഇൻറ്റു 60,000 ഇൻറ്റു 1/4 3/4 ഇൻറ്റു 3/4 എത്ര? 45,000 ഇൻറ്റു 1/4 എത്ര? 15,000. സോ 15,000 സൈഡിൽ വരും, 15,000 ഇവിടെയും 65,000 ശങ്കറിന് വരും. എന്താ? ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ഇതാണ് ആകെ ക്യാപിറ്റൽ അക്കൗണ്ട്. ആകെ ഐറ്റംസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുന്ന നമ്മുടെ ഇങ്ങോട്ടേക്ക് മാറ്റണം, ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറ്റണം. സോ 1,75,000 ഇവിടെ 1,75,000. ഡിഫറൻസ് എത്രയാ? 1,60,000. സോ 1,60,000 ആർക്ക് കൊടുക്കാണ്ടാവും? ടു ക്യാഷ് ആയിട്ട് മനോഹറിന് കൊടുക്കാണ്ടാവും. ഇയാൾക്ക് എത്ര വരുന്നത്? 4,95,000. സോ 4,95,000 65,000 മൈനസ് ചെയ്യുമ്പോൾ 4,30,000 ഉണ്ടാവും. സോ 4,30,000 ക്യാഷ് ആയിട്ട് ആർക്ക് കിട്ടും? ശങ്കറിനും. മനോഹറിന് 1,60,000 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാം അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഇത്രയും ചെറുത് പോരല്ലോ അല്ലേ? ക്യാഷ് അക്കൗണ്ട്, ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡ്,
ഇവിടെ റെസീപ്റ്റ് വരവുകൾ ഇവിടെ എഴുതും, ഇവിടെ പേയ്മെൻറ്റ്സ് ചെയ്തു. ഇത് എമൗണ്ട് 2 എമൗണ്ട് കോളം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നോക്കാം, ഫസ്റ്റ് എന്താ, നമ്മൾ ക്യാഷിൻ്റെ ബാലൻസ് എത്രയാണ്? ക്യാഷിൻ്റെ ബാലൻസ് 20,000. സോ ടു ബാലൻസ് 20,000. എടാ അതെന്താടാ, ക്യാഷിന്റെ ബാലൻസ് ഡെബിറ്റ് സൈഡിലായിരുന്നത്, പക്ഷെ നമ്മൾ ക്യാപിറ്റലിന്റെ ബാലൻസ് ക്രെഡിറ്റ് സൈഡില്ല. കാരണം ക്യാഷ് അസറ്റിന് ക്രെഡിറ്റ് ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവുക, ലയബിലിറ്റി ആണ് ക്യാപിറ്റൽ എന്താണ്, അസറ്റ് എക്സ്പെൻസ് ഡെബിറ്റ് ബാലൻസ്, ഇൻകം ക്യാപിറ്റൽ ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. സാർ അപ്പോൾ റിയലൈസേഷനെ കൊണ്ട് ബാലൻസ് ഇല്ലേ? റിയലൈസേഷനെ കൊണ്ട് തുടങ്ങുന്നല്ലേ ഉള്ളൂ, അതിന് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇവിടെ റിയലൈസേഷനെ കൊണ്ട് ഇല്ലല്ലോ. ഈ ക്യാഷ് ഉണ്ട് ഇവിടെ ഉണ്ട്, ക്യാഷിന്റെ ബാലൻസ് ഇവിടെ ഓൾറെഡി ഉണ്ട്, ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട്, ഈ സാധനം ഇത് രണ്ട് ഇവിടെ ഉണ്ട്. അപ്പം ആ ബാലൻസ് ആണ് നമ്മൾ ഇവിടെ അക്കൗണ്ടിൽ കാണിച്ചത് കേട്ടോ. അപ്പം നമ്മൾ ക്യാഷിൽ 20,000 ബാലൻസ് ഉണ്ടായിരുന്നു. ടു റിയലൈസേഷൻ ചെയ്ത സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടി? റിയലൈസേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയായിട്ടും റിയലൈസേഷൻ എക്സ്പെൻസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടോ? സ്റ്റോക്ക്, ക്രെഡിറ്റേഴ്സ്, സറണ്ടേഡ്, റിയലൈസേഷൻ എക്സ്പെൻസ് ഇവിടെ അല്ല, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. റിയലൈസേഷൻ ചെയ്ത സമയത്ത് 7,89,000 ക്യാഷ് കിട്ടി. സോ ടു റിയലൈസേഷൻ 7,89,000. ഇനി നമ്മൾ റിയലൈസേഷനിലൂടെ നമുക്കുള്ള ചെലവുകൾ എന്താ? 1,99,000 അല്ലേ. ലയബിലിറ്റി ക്രെഡിറ്റേഴ്സും ലോണും കൂടി 1,99,000. സോ 1,99,000 എവിടെ? ബൈ റിയലൈസേഷൻ 1,99,000. ഇനി എന്തുണ്ട്? ബൈ ശങ്കർ, ബൈ മനോഹർ. ശങ്കറിനും മനോഹറിനും കൊടുക്കേണ്ട പൈസ, ശങ്കറിന് എത്ര കൊടുത്തത്? ശങ്കറിന് 4,30,000, മനോഹറിന് 1,60,000. സോ 4,30,000, 1,60,000. ഇത് ടോട്ടൽ നോക്ക്, രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും, 0 ആവും. നോക്കാം. 5, 5,90, 6,90, 7,89, 7,89,000. 5, 5,90, 6,90, 7,89. റിയലൈസേഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറക്റ്റ് 4,95,000 കറക്റ്റ് തന്നെ. റിയലൈസേഷന് പ്രോഫിറ്റ് എഴുതി, ക്യാഷിൻ്റെ ബാലൻസ് രണ്ട് സൈഡും 5, 5, 6, 10, 3 ലക്ഷം, 3,10,000, 1,10,000, 3 ലക്ഷം, 1,10,000, 1,75,000, 1,60,000, 3, 4, 95, 4, 5, 60, 4, 30. അത് കറക്റ്റാണ്. റിയലൈസേഷൻ 1, 60. മറ്റേ ടോൺ 7,79,000 കറക്റ്റാണ്. ഇവിടെ ലോണ് 1,29, 1,99. അത് കറക്റ്റാണ്. രണ്ടിന് വ്യത്യാസത്തെ 5,30, 5,30, 5,30, 6 ലക്ഷം, 7,29,000, 7,29,000. $2,60,000 കറക്റ്റാണല്ലോ. റിയലൈസേഷനെ കൊണ്ട് കറക്റ്റാണ്. എന്തോ ഒരു ഐറ്റം നമുക്ക് മിക്സ് ഉണ്ട്. P&L 15. ഓ യെസ് 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 യെസ്. P&L അക്കൗണ്ട് ഇവിടെ ഇങ്ങനെ 65,000 കൂട്ടിയത്, 45,000 അല്ലേ വരുന്നത്. യെസ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 4,15,000 ആണ് വരുന്നത് കേട്ടോ. 4,15,000. സോ 4,15, 4,15 അല്ല, 45 കുറയ്ക്കുമ്പോൾ 4,50,000 വരും. 4,50, 4,95. ഇപ്പോൾ കറക്റ്റായി. അപ്പോൾ 4,50,000 ആർക്ക് കൊടുക്കാനുണ്ടാവും? 4,50,000 നമ്മുടെ 4,50,000 നമ്മുടെ ശങ്കറിന് കൊടുക്കാനുണ്ടാവും. സോ ടോട്ടൽ തരും 4,50,000, 5 ലക്ഷം, 6,10,000, 7,10,000, 8,19,000,
8,19,000 ഉണ്ടാവും. ടോട്ടൽ എത്ര ഉണ്ടാവും? 8,19,000 ഉണ്ടാവും എവിടെയാണെങ്കിലും. സോ നിങ്ങളൊരു മിസ്റ്റേക്ക്, ഇപ്പോൾ എനിക്ക് ഈ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ ഞാൻ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു അല്ലെ, വിത്തിൻ 2-3 മിനിറ്റ്സ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നോക്കി കണ്ടുപിടിച്ചു. സോ നിങ്ങൾക്ക് അങ്ങനത്തെ മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ 2-3 മിനിറ്റ് മതിയാവില്ല. അതുകൊണ്ട് എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ ടോട്ടൽ ചെയ്യേണ്ട ബാലൻസ് ഷീറ്റ് അഥവാ ക്യാഷ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ടോട്ടൽ ചെയ്താൽ മതി കേട്ടോ. കാരണം ആ ഒരൊറ്റ മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾക്ക് 1 മാർക്കൊക്കെ പോകുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് തപ്പി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ മാർക്ക് അപ്പുറത്ത് സ്കോർ ചെയ്യാനുള്ളത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മിസ്സാകും. അതൊരിക്കലും മിസ്സാവരുത് കേട്ടോ. സോ നമ്മൾ പാർട്ട്ണർഷിപ്പ് പോർഷൻ കഴിഞ്ഞു. ഇനി AFS അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. വളരെ ടെക്നിക്കൽ തീർക്കാം, കാരണം കുറേ ഈ സൈഡിലെ ക്വസ്റ്റൻസ് ആണ്. ഇഫ് ദ ഷെയർ ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഷെയർ ഇഷ്യൂ അറ്റ് പ്രീമിയം ആണെങ്കിൽ പ്രീമിയം എമൗണ്ട് ഈസ് ട്രാൻസ്ഫർ എങ്ങോട്ടേക്കാം? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്കാണ് പ്രീമിയംസ് പോകുക കേട്ടോ. ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഓതറൈസ്ഡ്, നമുക്ക് ഏറ്റവും മാക്സിമം എത്ര ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ പറ്റും, അതിനെന്താ പറയുക, അതിന് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അഥവാ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ കൊടുക്കുന്ന രജിസ്റ്റേർഡ് ക്യാപിറ്റലിന് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നാണ് പറയാം. ഡിബഞ്ചർ ഹോൾഡർ ആരാ? ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ്, കടം തന്ന ആൾക്കാരാണ് കേട്ടോ. നെക്സ്റ്റ്, ഡിബഞ്ചർ ആർ റിഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നാണ് ഡിബഞ്ചർ റിഡീം ചെയ്യുന്നതെങ്കിൽ അതിനെന്താ പറയുക? ദ എമൗണ്ട് ഈസ് ട്രാൻസ്ഫർ ടു, അത് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡിബഞ്ചർ റിഡംഷന്, സെക്യൂരിറ്റി പ്രീമിയം, ക്യാപിറ്റൽ റിസർവ്, അതെങ്ങോട്ടേക്കാണ് പോവുക? ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്കാണ് പോവുക. അഥവാ നമുക്ക് ഡിബഞ്ചർ ഉണ്ട്, ആ ഡിബഞ്ചർ റിഡീം ചെയ്യണം. എങ്ങനെ? പ്രോഫിറ്റ് എന്നാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രോഫിറ്റ് നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെക്കുമ്പോൾ എന്ത് അക്കൗണ്ടിലേക്കാണ്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്നുള്ള അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുക പോകുന്നത് കേട്ടോ. വിച്ച് ഈസ് നോട്ട് എ കോമ്പണന്റ് ഓഫ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഭാഗമല്ല എന്ത്? ട്രയൽ ബാലൻസ് വെച്ച് ബാലൻസ് ഷീറ്റും P&L നോട്ട്സ് ഓഫ് അക്കൗണ്ടും കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണ് കേട്ടോ. ഇനി പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ലിക്വിഡിറ്റി, സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി, ആക്ടിവിറ്റി. ഏതാ? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. കാരണം പ്രോഫിറ്റബിലിറ്റി കാണാം, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ നോക്കാം. ആക്ടിവിറ്റി റേഷ്യോ എന്തിനാണ്? നമ്മുടെ ബിസിനസ്സിലെ എഫിഷ്യൻസിയും എഫക്റ്റീവ്സും നോക്കാനാണ്. ലിക്വിഡിറ്റി എന്തിനാണ്? നമ്മുടെ ഷോർട്ട് ടേം സോൾവൻസി, ഇതെന്താ? ഇത് ലോങ് ടേം സോൾവൻസി നോക്കാൻ വേണ്ടിയിട്ടും. ദെൻ ഇതിലേതെങ്കിലും നാളെ എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. അദാനി പോർട്ട് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഡു യു അഗ്രി? ജസ്റ്റിഫൈ. അദാനി പോർട്ട് ലിമിറ്റഡ് അത് പബ്ലിക് ലിമിറ്റഡ് ആണോ? ആണ്. പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ അതിന്റെ പേരിന്റെ കൂടെ എന്തുണ്ടാകും? അതിന്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്തുണ്ടാകും? അപ്പം അദാനി വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണെങ്കിൽ എന്തായിരിക്കും? അത് പ്രൈവറ്റ് ആയിരിക്കും. സോ ഈസ് നോട്ട് ദർ ഇൻ ദ നെയിം ഓഫ് ദ കമ്പനി. ആ കമ്പനിയുടെ പേരിൽ പ്രൈവറ്റ് എന്നില്ല. PVT Ltd, അഥവാ PVT എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അങ്ങനെ PVT Ltd ഇല്ലാത്തതുകൊണ്ട് അതൊരു പബ്ലിക് കമ്പനി, അതൊരു പ്രൈവറ്റ് കമ്പനി അല്ല, അതൊരു പബ്ലിക് കമ്പനിയാണ് കേട്ടോ. ഡു അഗ്രി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പബ്ലിക് കമ്പനിക്ക് എന്ത് ചെയ്യും? വി ക്യാൻ പർച്ചേസ് ഫ്രം സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് കമ്പനി അഥവാ അദാനി കമ്പനിയുടെ ഷെയർ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാങ്ങാൻ പറ്റും. അത് ഫ്രീലി ട്രാൻസ്ഫർ ആണ്, അതുകൊണ്ട് പബ്ലിക് ആണ്. പ്രൈവറ്റ് ആണെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ എന്തില്ല പറ്റുന്നതല്ല. വാട്ട് ഈസ് ഡിബഞ്ചർ? ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആണ്. ഡിബഞ്ചർ ഈസ് എ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ കമ്പനി. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ക്രെഡിറ്റ്, കടപ്പത്രം, ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് കേട്ടോ. അതെന്ത് പറയും? അതായത് ഡിബഞ്ചർ ഈസ് എ അക്നോളജ് ഡോക്യുമെന്റ് ഇൻ അക്നോളജിങ് എ ഡെപ്റ്റ്. നമ്മുടെ കടം അക്നോളജ് ചെയ്യുന്ന അറിയിക്കുന്ന ഒരു പത്രത്തിലാണ് പറയുന്നത് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ അക്നോളജ് ഓഫ് ഡെപ്റ്റ് കേട്ടോ. സോ ഈ 2 പോയിന്റ് എഴുതിയാൽ എന്തായി? 2 മാർക്ക് കിട്ടും. ദെൻ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ലയബിലിറ്റി ഉണ്ടെങ്കിൽ ഡിബഞ്ചർ ക്രെഡിറ്റർ ആണ് അല്ലെ, കടാണ്. ആ കടം തിരിച്ചടക്കണം. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ മീൻസ് ആ ഒരു ഡിബഞ്ചറിനെ കടം റീപേ ചെയ്യുന്നതിന് എന്ത് പറയുന്നത്? റിഡംഷൻ എന്ന് പറയുന്നത്. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ടൂൾസ് അഥവാ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ആ ഒരു 4ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ ആ ഒരു പോർഷൻ, ആ ഒരു പോയിന്റ് ആണ്. അതിൽ എന്ത് ചെയ്യും? കമ്പാരിറ്റീവ്, കോമൺ സൈസ്, റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽപ്പെട്ട ആയിട്ടാണ്. ഇനി എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? ലാസ്റ്റ് ചാപ്റ്റർ. എന്താ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു, അല്ലെങ്കിൽ അത് എന്തിന് പ്രിപ്പയർ ചെയ്യുന്നതാണ്? വിച്ച് ഷോസ് ദ ചേഞ്ച് ഇൻ ക്യാഷ് ഫ്ലോ. ക്യാഷിന്റെ ഇൻഫ്ലോ ആവട്ടെ ഔട്ട്ഫ്ലോ ആവട്ടെ അത് കാണിക്കുന്നത്. ക്യാഷിന്റെയും ക്യാഷ് ഇക്വലൻസിന്റെയും ഇൻഫ്ലോവും ഔട്ട്ഫ്ലോ, അതിന്റെ ഫ്ലോ മൂവ്മെന്റ്സ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അതെന്തിനാണ്? ബൈ ക്ലാസിഫൈയിങ് ക്യാഷ് ഫ്ലോ ഇൻടു ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി. നമ്മുടെ ക്യാഷിന്റെ ആക്ടിവിറ്റീസിനെ ഓപ്പറേറ്റിംഗ് ആയിട്ടും ഇൻവെസ്റ്റിംഗ് ആയിട്ടും ഫിനാൻസിംഗ് ആയിട്ട് അത് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇനി അടുത്ത എന്താണ്? യെസ്, കഴിഞ്ഞു. അഥവാ 2 മാർക്കിന് 4 ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദ ചാർട്ട് ഷോയിങ് ദ കാറ്റഗറി ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിന്റെ കാറ്റഗറി എന്താ? ഫസ്റ്റ് എന്താ? ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിൻ്റെ അടിയിൽ ഇഷ്യൂഡ്. ഓതറൈസ്ഡ് ആണ് നമ്മുടെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. അതിൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ആ ഇഷ്യൂ ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ക്യാപിറ്റൽ. അഥവാ അവർ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അതിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ക്യാപിറ്റൽ. ആ സബ്സ്ക്രൈബ് ക്യാപിറ്റൽ എത്ര നമ്മൾ കോൾ ചെയ്തു? പബ്ലിക്കിന് കോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഇപ്പോൾ 10 രൂപേൻ്റെ ഷെയർ നമ്മൾ 7 രൂപ വിളിച്ചു, ബാക്കി 3 അവിടെ വിളിച്ചിട്ടില്ല. അപ്പോൾ വിളിച്ചതിന് കോൾഡ് അപ്പ് എന്ന് പറയും. ആ വിളിച്ചതിന് അവർ എത്ര പേ ചെയ്തു? അതിന് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അൺകോൾഡ് ക്യാപിറ്റൽ അഥവാ നമ്മൾ കോൾ ചെയ്യാതെ ബാക്കി വെക്കുന്നത് അൺകോൾഡ് ക്യാപിറ്റൽ. അത് നമ്മൾ ചാർട്ടിൽ ഇൻക്ലൂഡ് ആക്കാം. അഥവാ അതിന്റെ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആക്കി കാണിക്കുകയും ചെയ്യാം കേട്ടോ. ഷെയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി
അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ എന്താ ബാങ്ക് ടു അപ്ലിക്കേഷൻ, ബാങ്ക് ടു ഷെയർ അപ്ലിക്കേഷൻ ആണ്. ആ അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ ഷെയർ അപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ. ഇനി എന്താ എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെന്റ്. അലോട്ട്മെന്റിൽ ഡ്യൂ ആകുമ്പോൾ എന്താ സെയിം എന്ന് ഷെയർ അലോട്ട്മെന്റ്, ഷെയർ അപ്ലിക്കേഷന് പകരം ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഇനി അതിന്റെ പേയ്മെന്റ് കിട്ടുമ്പോൾ എന്താണ് ബാങ്ക് ടു ഷെയർ അലോട്ട്മെന്റ്. ഇനി മണി റീഫണ്ട് ഓൺ റിജക്ഷൻ അപ്ലിക്കേഷൻ. ഒരു ഷെയർ അപ്ലിക്കേഷൻ ഒരാൾ ഷെയറിന് അപ്ലൈ ചെയ്തു, അയാൾ റിജക്ട് ചെയ്തു, പൈസ ഷെയർ തരില്ല, ആ പൈസ തിരിച്ചു കൊടുത്തു. അപ്പോൾ എന്താണ് അതെന്താ എൻട്രി വരിക, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്, ആ പൈസ തിരിച്ചു കൊടുക്കുക, ബാങ്കിലൂടെ പൈസ കൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ. നോക്ക് XY ലിമിറ്റഡ് കമ്പനി ഇഷ്യൂഡ് 8,000 ഷെയർസ്, സോറി 8,000 14% ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഒന്നിന് 100 രൂപയാണ് കേട്ടോ. ഡിസ്കൗണ്ട് ഓഫ് 10%. ഒരു ഷെയറിന് ഒരു ഡിബഞ്ചറിന് 10% ഡിസ്കൗണ്ട് ഉണ്ട്. പേബിൾ സം ഓൺ അപ്ലിക്കേഷനിൽ തന്നെ ഫുൾ പൈസ അടക്കണം കേട്ടോ. അപ്ലിക്കേഷൻ റിസീവ്ഡ് ഫോർ 10,000 ഷെയർസ്, സോറി 10,000 ഡിബഞ്ചേഴ്സ്. എക്സസ് അപ്ലിക്കേഷൻ മണി വാസ് റീഫണ്ടഡ് ഓൺ അലോട്ട്മെന്റ്. പാസ് ദ എൻട്രി. നമുക്ക് എത്ര കിട്ടുക, ബാങ്കിലേക്ക് കിട്ടുക, റീഫണ്ടും വന്നു അല്ലേ. അപ്പോൾ ഫുൾ ഒറ്റ എൻട്രിയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ക്യാഷ് എത്ര കിട്ടി നോക്കടാ, ഒരു ഷെയറിന് 100 രൂപയാണ് ഷെയർ അല്ലേ. ഇതിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട് എത്ര, 10% ഡിസ്കൗണ്ട് അല്ലേ. ഒരു ഷെയറിന് 100 രൂപയാണ്, ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 10/100 എത്ര, 10 രൂപ ഡിസ്കൗണ്ടാണ്. അപ്പോൾ ഒരു ഷെയറിന് 90 രൂപ അടച്ചാൽ മതി, ഒരു ഷെയറിന് 90 രൂപ അടച്ചാൽ മതി അല്ലേ. അപ്പോൾ നോക്കടാ എത്ര ആൾക്കാർ ഷെയറിന് പേ ചെയ്തു, 10,000 ആൾക്കാർ ഷെയറിന് പേ ചെയ്തു. അപ്പോൾ 90 ഇൻറ്റു 10,000 എത്ര ഉണ്ടാവും, 9 lakh rupees അല്ലേ. 9 lakh rupees നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഡിബഞ്ചറിന് വേണ്ടി കിട്ടും അല്ലേ. 9 lakh rupees എന്ത് ചെയ്തു, 9 അല്ലേ 10,000 ലക്ഷം 10 ലക്ഷം, 9 ലക്ഷം രൂപ നമുക്ക് ഈ ഒരു ഷെയറിൽ കിട്ടും. സോറി ഈ ഡിബഞ്ചർ ഇപ്പോഴും ഷെയർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ എൻട്രി വരിക, ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 9 lakh. ഇനി എന്തുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ. ഡിസ്കൗണ്ട് നമ്മൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത്, സോറി ഷെയറിലെ ഡിബഞ്ചർ 8,000. സോ 8,000 ഡിബഞ്ചർ, 8,000 ഡിബഞ്ചറിൻ്റെ 10 രൂപ ഡിസ്കൗണ്ട്, അഥവാ 80,000 രൂപ ഡിസ്കൗണ്ടാണ്. 80,000 രൂപ ഡിസ്കൗണ്ടാണ്. അപ്പോൾ ബാക്കി 90 രൂപക്കാണ് നമ്മൾ ഷെയർ കൊടുക്കുന്നത്. 8,000 ഇൻറ്റു 90 ഈക്വൽ എത്ര ഉണ്ടാവും, 7,20,000 അല്ലേ. അപ്പോൾ എങ്ങനെ എൻട്രി വരിക, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 90,000, ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് എഴുതണം കേട്ടോ. എത്രയാണ്, 80,000 അല്ലേ. 80,000 ടു എന്താണ്, ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ, എത്രയാണ്, നമുക്ക് എത്ര ഡിബഞ്ചർ അപ്ലിക്കേഷനിലേക്ക് എത്ര കിട്ടി, മൊത്തം 10,000 ഷെയർസ് അല്ലേ. ഓക്കെ, ഡിബഞ്ചർ അപ്ലിക്കേഷനിലേക്ക് എത്ര, 9,80,000 എന്ന് പറയാം. ഇനി ഈ കിട്ടിയ ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്തു, റീഫണ്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. എത്ര റീഫണ്ട് കൊടുക്കുന്നത്, ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. എത്ര രൂപ റീഫണ്ട് കൊടുക്കണം, 8,000 ഷെയർസ് ഉള്ളത്, 8,000 ഷെയർസ്. ആ 8,000 ഷെയർസിലെ 8,000 ഷെയർസിൽ നമ്മൾ എത്ര ഷെയർസിന് എന്ത് ചെയ്യണം, റീഫണ്ട് കൊടുക്കണം. നമുക്കറിയാം 8,000 ഷെയർസിൽ 10,000 ഷെയർസാണ് അപ്ലൈ ചെയ്തത്, ബാക്കി 2,000 ഷെയർസ് അല്ലേ. 2,000 ഇൻറ്റു 90 എത്ര, 1,80,000 അല്ലേ. അപ്പം ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ്, സോറി ഡിബഞ്ചർ അപ്ലിക്കേഷൻ 1,80,000 ടു ബാങ്ക് അക്കൗണ്ട് 1,80,000. അപ്പോൾ ശരിക്കും എത്ര വരിക, 9,80,000 കിട്ടിയോ, ഇല്ല 9 ലക്ഷം കിട്ടുക. ആ 9 ലക്ഷം കിട്ടിയതെന്ന് നമ്മൾ എന്ത് ചെയ്തു, 1,80,000, 9 lakh കിട്ടിയതെന്ന് 1,80,000 തിരിച്ചു കൊടുത്തു. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും, 7,20,000 ഉണ്ടാവും. അപ്പോൾ 7,20,000 ഡിബഞ്ചർ ആണോ, അല്ല, പ്ലസ് ഡിസ്കൗണ്ട് ആയ 80,000 അഥവാ ഇസിക്കൽ ടു 8 lakh rupees ഡിബഞ്ചർ ആണ്. അത് നമ്മൾ 7,20,000 കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ, 80,000 ഡിസ്കൗണ്ടും സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു കൺഫ്യൂസിങ് ആയ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി കാണാം, അഥവാ ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി, ഏർണിംഗ് കപ്പാസിറ്റി കാണാൻ വേണ്ടിയിട്ട്, അതുപോലെ ബിസിനസിന്റെ അസറ്റ്സും ലയബിലിറ്റീസിന്റെയും അതിന്റെ ഒരു പൊസിഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ ബിസിനസ്സിലെ ക്യാഷ് ഫ്ലോന്റെ മൂവ്മെന്റ്സ് നമുക്ക് എന്ത് അറിയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഫ്രോം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. കാൽക്കുലേറ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഇങ്ങനെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണാം, ടോട്ടൽ ഡെപ്റ്റ് 2 ലക്ഷം, ടോട്ടൽ ഡെപ്റ്റ് 2 ലക്ഷം, ഇക്വിറ്റി 4 ലക്ഷം. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എങ്ങനെ കാണാം, 2 lakh by
4 lakh അഥവാ ടോട്ടൽ ഡെപ്റ്റ് അല്ലേ, ടോട്ടൽ ഡെപ്റ്റ് ബൈ ടോട്ടൽ ഇക്വിറ്റി ഈസ് ഈക്വൽ ടു 2 lakh ബൈ 4 lakh അഥവാ 2:4 അഥവാ 1:2 ആണ്. 1:2 ആണ് നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. സിമ്പിൾ ക്വസ്റ്റൻ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റനാണ്. ഇനി 37ാമത്തെ ക്വസ്റ്റൻ എന്താ, കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കറണ്ട് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കറണ്ട് റേഷ്യോ വളരെ സിമ്പിളാണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 അത് നമ്മൾ 1:2 നമ്മൾ ഓൾറെഡി കണ്ടു. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെ? കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇതിൽ കറണ്ട് അസറ്റ് ഉണ്ടോ? കറണ്ട് അസറ്റ് തന്നിട്ടില്ല. പക്ഷേ ടോട്ടൽ അസറ്റ് 6 lakh അല്ലേ? ടോട്ടൽ അസറ്റ് 6 lakh ആണ് അല്ലേ? ടോട്ടൽ അസറ്റ് 6 lakh. ടോട്ടൽ അസറ്റിന് ഫിക്സഡ് അസറ്റ് കണ്ടോ? ഫിക്സഡ് അസറ്റ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ഫിക്സഡ് അസറ്റും നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 6 lakh ഫിക്സഡ് അസറ്റ് ആയ 3,20,000 മൈനസ് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് ആയ 2 lakh മൈനസ് ചെയ്യാം. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി ഡിഫറൻസ് എത്ര ഉണ്ടാവും? ഈക്വൽ ടു ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 6 ലക്ഷത്തിന് 5,20,000 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 80,000 ഉണ്ടാവും. അഥവാ കറണ്ട് അസറ്റ് ആകെ 80,000 ഉള്ളത്. കറണ്ട് അസറ്റ് എത്രയാണ്? 80,000 ഉണ്ടാവുക. അപ്പോൾ കറണ്ട് ലയബിലിറ്റി എങ്ങനെ കാണാം? കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ നോൺ കറണ്ട് ലയബിലിറ്റി എത്ര? സോറി, ടോട്ടൽ അസറ്റ് തന്നെയല്ല ടോട്ടൽ ലയബിലിറ്റി. ടോട്ടൽ അസറ്റ് ആണ് ടോട്ടൽ ലയബിലിറ്റി. സോ കറണ്ട് അസറ്റ് എങ്ങനെ കാണാം? കറണ്ട് ലയബിലിറ്റി എങ്ങനെ കാണാം? ടോട്ടൽ ലയബിലിറ്റിന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സിന് ഫണ്ട് 4 ലക്ഷം മൈനസ് ചെയ്യുക. ടോട്ടൽ ലയബിലിറ്റി എത്ര? 6 lakh. ടോട്ടൽ അസറ്റ് തന്നെ ടോട്ടൽ ലയബിലിറ്റി. അപ്പോൾ 6 lakh മൈനസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 4 lakh. അപ്പോൾ എത്ര ഉണ്ടാവും? 2 lakh. 2 lakh ആണ് എന്ത്? ഷെയർ ഹോൾഡേഴ്സിന് ഫണ്ട് അല്ലാത്ത ലയബിലിറ്റി. ഇനി അതിന് എന്ത് ചെയ്യണം? അതിന് നോൺ കറണ്ട് ലയബിലിറ്റി ആയ 1,60,000 മൈനസ് 1,60,000 മൈനസ് ചെയ്യാം. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 40,000. അപ്പോൾ 80,000 എന്ത്? കറണ്ട് അസറ്റും 40,000 കറണ്ട് ലയബിലിറ്റി ഉണ്ടാവുക. നമുക്ക് കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 6 lakh ആയ ടോട്ടൽ അസറ്റ് മൈനസ് 5,20,000. 5,20,000 എങ്ങനെ കിട്ടുക? ഫിക്സഡ് അസറ്റ് ആയ 3,20,000 നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയ 2 lakh രണ്ടും കൂടി കൂട്ടുമ്പോൾ 5,20,000 ആണ് എന്തല്ലേ നമ്മുടെ ഫിക്സഡ് കറണ്ട് നോൺ കറണ്ട് അസറ്റുകൾ. അപ്പോൾ നോൺ കറണ്ട് അസറ്റ് നമ്മുടെ അസറ്റ് നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കറണ്ട് അസറ്റ് കിട്ടും. അതുപോലെ ടോട്ടൽ ലയബിലിറ്റി എന്ന് ഷെയർ ഹോൾഡേഴ്സിന് ഫണ്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസ് ഒഴിവാക്കാം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഫണ്ട് 4 lakh, നോൺ കറണ്ട് ലയബിലിറ്റി 1,60,000, 5,60,000 മൈനസ് ചെയ്താൽ 6,5,60,000 മൈനസ് ചെയ്താൽ 40,000 കിട്ടും. അപ്പം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എങ്ങനെ കാണാം? സോറി, കറണ്ട് റേഷ്യോ എങ്ങനെ കാണാം? കറണ്ട് റേഷ്യോ കാണാൻ എങ്ങനെയാണ്? കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് 80,000 ബൈ 40,000 ഈക്വൽ ടു 2:1 ആണ് എന്ത് ചെയ്തത് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എസ് ഐ ക്വസ്റ്റൻസ് ആണുള്ളത് നോക്കാം. അഥവാ എസ് ഐ ക്വസ്റ്റൻസ് 3 അതിൽ 2 അറ്റൻഡ് ചെയ്താൽ മതി. നോക്കാം. എന്തായാലും ഷെയറുമായി ബന്ധപ്പെട്ട ഒരു എസ് ഐ ക്വസ്റ്റൻ എന്തായാലും ഉണ്ടാവും. നോക്കാം. കണ്ടില്ലേ? SRCO ലിമിറ്റഡ് രജിസ്റ്റർ വിത്ത് ക്യാപിറ്റൽ 5 lakh. 5 ലക്ഷമാണ് ക്യാപിറ്റൽ. ഡിവൈഡ് ഇൻറ്റു 50,000. അപ്പോൾ എന്താ? 50,000 ഇൻറ്റു 10. ഒരു ഷെയറിന് 10 ആണ്. പേയബിൾ 3 പെർ ആപ്ലിക്കേഷൻ. 3 ആപ്ലിക്കേഷനിൽ 4 അലോട്ട്മെന്റിൽ ബാലൻസ് ഓൺ ഫൈനൽ. അപ്പം 3, 4, 7 ബാക്കി എത്ര? 3 എന്താണ്? ഫൈനൽ കോളാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇതൊക്കെ ഇത് റൂളിന് എതിരാണ് ശരിക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ഇപ്പോഴല്ല, CUT ലെവലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾ ദ ഷെയർസ് വെർ ടേക്കൺ അപ്പ് ആൻഡ് പെയ്ഡ് ഇൻ ഫുൾ ബൈ പബ്ലിക്. അപ്പോൾ എല്ലാ ഷെയറും എന്ത് ചെയ്തു? പബ്ലിക് അക്സെപ്റ്റ് ചെയ്തു. റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ ഇൻ ജേർണൽ ഓഫ് ദ കമ്പനി ആൻഡ് ഷോ ഹൗ ദേ വുഡ് അപ്പിയർ ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എങ്ങനെ കാണിക്കാം? സിമ്പിളാണ്. ഒന്ന് ഇത് 2 ചാപ്റ്ററുമായി ബന്ധപ്പെട്ട, ഒന്ന് ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട്, രണ്ടാമത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ കമ്പനീസ്. ഈ രണ്ടുമായി ബന്ധപ്പെട്ട. അപ്പോൾ ആദ്യം എന്താ കാണിക്കുന്നത്? ജേർണലിൽ റെക്കോർഡ് ചെയ്യാം. സിമ്പിളാണ്. ഫസ്റ്റ് എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ എന്നുള്ള ഷോർട്ട് ഫോം ആയിട്ട് ചെയ്തത്. ഒരു ഷെയർ എത്ര ഷെയറാണ് ഉള്ളത്? എത്ര ഷെയറാ? പോയോ? 50,000 ഷെയർസ് ഇൻറ്റു അപ്ലിക്കേഷൻ എത്രയാ? 3 അപ്ലിക്കേഷൻ ഇൻറ്റു 3. അപ്പോൾ 1,50,000. അപ്പം 1,50,000. ഇനി എന്താ എൻട്രി വരിക? അടുത്തത് ഷെയർ അപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ 1,50,000. ഫസ്റ്റ് കഴിഞ്ഞു. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. ഇനി അടുത്തെന്താ? ഷെയർ അലോട്ട്മെന്റ് ഡ്യൂ അല്ലേ? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. എടാ, നമ്മൾ ഇത് അപ്ലിക്കേഷൻ സമയത്ത് ആദ്യം ബാങ്ക് എഴുതി, പിന്നെയാണ് നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷെ അലോട്ട്മെന്റ് സമയത്ത് എന്താണ് ആദ്യം അലോട്ട്മെന്റ് ചെയ്യുന്നത്? അലോട്ട്മെന്റിൽ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ഇപ്പം ഞാൻ പറയുന്നില്ല, കാരണം പറയാനുള്ള സമയമില്ല. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ ഒരു പോർഷനൊക്കെ.
സോ എത്രയാണ് 50,000 ഷെയർസ് അപ്ലിക്കേഷനിൽ ഇൻറ്റു 4 അല്ലേ 4 രൂപയല്ലേ അപ്ലിക്കേഷനിൽ സോറി അലോട്ട്മെൻറ്റിൽ അപ്പോൾ 2 ലക്ഷം 2 ലാക്ക്. ഇനി എന്താ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് എല്ലാ ആൾക്കാരും പൈസ തന്നു ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് 2 ലാക്ക് ഞാൻ 2 ലാക്കിന് ഷോർട്ട് ഫോമായിട്ട് ചെയ്ത് കേട്ടോ. അടുത്തെന്താ ഫൈനൽ ഏത് ഫൈനൽ പൈസ മീൻസ് എന്താണ് ഇങ്ങനെ കളിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക് പോകുന്നില്ല ഫസ്റ്റ് കോൾ ആൻഡ് ഫൈനൽ കോൾ അല്ലേ. അപ്പം ഷെയർ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എത്രയാ ബാക്കി 3 രൂപ ഉണ്ടാവും അല്ലേ 3 × 50 1,50,000 സോ 1,50,000. അടുത്ത എന്താ എന്നിട്ട് വരിക ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ കോൾ 1,50,000. ഇനി ഇതെങ്ങനെ ബാലൻസ് ഷീറ്റിൽ കാണിക്കാം ബാലൻസ് ഷീറ്റിൽ എങ്ങനെ കാണിക്കാം ഓതറൈസ്ഡ് ക്യാപിറ്റൽ 5 ലാക്ക് അല്ലേ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര 5 ലാക്ക് അല്ലേ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ 5 ലാക്ക്. ഇനി എന്താണ് പബ്ലിക്കിന് അപ്ലൈ ചെയ്ത് എത്രയാണ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് എത്രയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ 5 ലാക്ക്. അതിനണ്ടറിൽ സബ്സ്ക്രൈബ് ക്യാപിറ്റൽ അത് എത്ര ഫുള്ളി സബ്സ്ക്രൈബ് ഇടാം 5 ലാക്ക്. കോൾഡ് അപ്പ് 5 ലാക്ക് പെയ്ഡ് അപ്പ് 5 ലാക്ക്. ഇങ്ങനെ കാണിക്കണമെന്നില്ല ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇഷ്യൂഡ് ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് വേണ്ടി കാണിച്ചിട്ട് 5 ലാക്ക് കാണിച്ചാൽ മാത്രം മതി. ഇഷ്യൂഡ് ആൻഡ് ഫുള്ളി പെയ്ഡ് അപ്പ് അത് കാണിച്ചാൽ എത്ര 5 ലാക്ക് റുപ്പീസ്. അതോടുകൂടി എന്തായി അതിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഇത് ഫുള്ള് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവില്ല കേട്ടോ. ബാലൻസ് ഷീറ്റിൽ എന്ത് മാത്രമേ കാണിക്കുകയുള്ളൂ നമ്മുടെ ഇഷ്യൂഡ് ഫുള്ളി പെയ്ഡ് അപ്പ് 5 ലാക്ക് ഇതാണ് എന്ത് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. എന്നിട്ട് നോട്ട്സ് തന്നെ സെപ്പറേറ്റ് കാണിക്കാം. നോട്ട്സിൽ ഇത് ഫുള്ള് കാണിച്ചാലും പ്രശ്നമൊന്നുമില്ല. നോട്ട്സിൽ ഇത് ഫുള്ള് കാണിക്കാം. നോട്ട്സിൽ ഫുള്ള് കാണിക്കേണ്ട കോൾഡ് അപ്പ് പെയ്ഡ് അപ്പ് എന്നുള്ളത് വേണ്ട ഓതറൈസ്ഡും ഇഷ്യൂഡ് ആൻഡ് ഫുള്ളി പെയ്ഡ് അപ്പ് എന്നുള്ളത് മാത്രം ചെയ്താൽ മതി കാണിച്ചാൽ മതി. ക്ലിയർ അല്ല. അപ്പം നിങ്ങൾ ജേണൽ എൻട്രി ചെയ്താൽ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. കാരണം ജേണൽ എൻട്രി മാത്രമല്ല ഇവിടെ എന്തും കൂടി കാണിക്കണം. എന്താ ഇങ്ങനെ കാണിക്കുന്നത് ബാക്കിൽ വരുന്നില്ല. ഓക്കെ റെക്കോർഡ് ദ നെസറി ജേണൽ എൻട്രി ഓഫ് ദ കമ്പനി ആൻഡ് ഷോ ഹൗ ദേ വുഡ് അപ്പിയർ ഇൻ ബാലൻസ് അത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും കൂടി എന്തെങ്കിലും നമ്മൾ കാണിച്ചിരിക്കണം. ലാസ്റ്റ് സിമ്പിൾ കാര്യങ്ങളുണ്ട്. കറണ്ട് അസറ്റ്സ് കറണ്ട് ലയബിലിറ്റി ഇൻവെന്ററി ഓപ്പറേഷൻ എക്സ്പെൻസ് റവന്യൂ ഓപ്പറേഷൻ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ എങ്ങനെ കാണാം കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് എത്ര 2,50,000 കറണ്ട് ലയബിലിറ്റി എത്ര 1 lakh ഈസ് ഈക്വൽ ടു 2.5:1 അല്ലെങ്കിൽ 5:2 ആണ്. ഇനി എന്താ ലിക്വിഡിറ്റി റേഷ്യോ എങ്ങനെ കാണാം ക്വിക്ക് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്വിക്ക് അസറ്റ് ഏതൊക്കെ കറണ്ട് അസറ്റ് 2 lakh മൈനസ് 50,000 എത്രയാണ് 2,50,000 മൈനസ് 50,000 2 lakh ബൈ കറണ്ട് ലയബിലിറ്റി 1 lakh ഈസ് ഈക്വൽ ടു 2:1 ആണ് വരിക. ഇനി ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണോ അല്ല. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പ്ലസ് കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അഥവാ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ അഥവാ 3,80,000 3,80,000 ബൈ 5 lakh അപ്പോൾ എത്ര വരും 3.8:5 ഇതാണ് വരുന്നത്. അഥവാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും റവന്യൂ ഫ്രം ഓപ്പറേഷനും കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം മൊത്തം നമ്മുടെ കോസ്റ്റ് ഓഫ് റവന്യൂ എത്രയാണ് 3 ലക്ഷമാണ്. അത് റവന്യൂ ഫ്രം കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷനും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൊത്തം ഓപ്പറേറ്റിംഗ് ആയില്ല. അഥവാ ഇത് ഡയറക്റ്റ് എക്സ്പെൻസാ ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടിയാൽ എന്തുണ്ടാവുള്ളൂ ഓപ്പറേറ്റിംഗ് റേഷ്യോ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി എന്താണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ലാസ്റ്റ് വൺ എന്താണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എങ്ങനെ കാണാം ഡയറക്റ്റ് എക്സ്പെൻസ് ബൈ ഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് ഇൻകം എത്ര 5 lakh ഡയറക്റ്റ് എക്സ്പെൻസ് എത്ര 3 lakh ഇതാണ് ഡയറക്റ്റ് എക്സ്പെൻസ് 5 lakh അഥവാ 3 lakh ബൈ 5 lakh എത്ര 60%. ഓക്കെ സിമ്പിൾ ആണ്. ഇത് വേണമെങ്കിൽ ഇതില്ലേ ഓപ്പറേറ്റിംഗ് റേഷ്യോ വേണമെങ്കിൽ പെർസെൻറ്റേജ് ആക്കാം കേട്ടോ. അപ്പോൾ പെർസെൻറ്റേജ് ആക്കുമ്പോൾ എത്ര വരിക 76% ആട്ടോ. 76% നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ്.
ഡിസ്കസ് ദ ബെനിഫിറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡിഫറെന്റ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താ, നമ്മുടെ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ അസസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടാൽ നമുക്ക് ക്യാഷിന്റെ ഫ്ലോ എത്ര എന്നുള്ളത് കാണാൻ പറ്റില്ല. നമ്മുടെ അസസ് ദ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി നമ്മുടെ ബിസിനസ്സിൽ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി നമുക്ക് കാണാൻ പറ്റും. അഥവാ ക്യാഷിലൂടെയുള്ള ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നമ്മുടെ ക്യാഷിന്റെ ഫ്ലോസ് കാണാൻ പറ്റും. അതുപോലെ ഇൻവെസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ദെൻ ഫിനാൻസിങ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ നമുക്ക് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പിന്നെന്താ ഉള്ളത്, ഇനിയുണ്ട് നമ്മുടെ ബിസിനസ്സിലെ എബിലിറ്റി ടു പേ അവർ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻഷ്യൽ ആക്ടിവിറ്റി. നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ലയബിലിറ്റീസ്, ഐ മീൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പേയ്മെന്റ്സുകളൊക്കെ നമുക്ക് എത്രത്തോളം തിരിച്ചടക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സുകളൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചടക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള പേബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചടക്കാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ക്യാഷ് ഫ്ലോയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ അത് എത്രത്തോളം നമ്മൾ തിരിച്ചടച്ചു, അതിൻ്റെ ഒരു ഏത് രീതിയിൽ നമ്മൾ തിരിച്ചടക്കുന്നത് തുടങ്ങി മുഴുവൻ കാര്യങ്ങൾ ഈ ഒരു ക്യാഷ് ഫ്ലോ നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരു മാനേജ്മെന്റ് ലെവലിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അഡ്വാൻറ്റേജും അതിനെ യൂസസ് എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സിമ്പിൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ എന്താ. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ സാർ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നു, പേടിക്കേണ്ട. ഞാൻ പറഞ്ഞത് അതിനൊരു ഐഡിയ ഉണ്ട്. ഞാൻ ഓൾറെഡി ഞാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്ക്, ഇതിലിപ്പോൾ 5 4 ചെയ്താൽ മതി, അല്ല 6 5 ചെയ്താൽ മതി. സോ ഇത് വളരെ ഈസി. ഇപ്പം നിങ്ങൾക്ക് കണ്ടോ, ഇത് വളരെ ഈസി അല്ലേ, ഇതും ഈസി അല്ലേ, ഇത് ഈസി അല്ലേ, ഇതും ഈസി അല്ലേ. ഇതോ ആയിരിക്കും ഡൗട്ട് ഉണ്ടാവുക അല്ലേ. ഇത് പിന്നെ ഈസിയാണ്, കറക്കി കുത്തി ഇങ്ങനെ ചെയ്യാം. സെക്യൂരിറ്റി പ്രീമിയം എന്നുള്ള നമ്മൾ കുറേ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഇത് ഈസിയാണ്, 21 ഈസിയാണ്. ഇത് മാത്രം പിന്നെ ഡിഫിക്കൽട്ട്. ഇത് ഒഴിവാക്കിയാൽ പോലെ പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് അടുത്തത്, ഇതിൽ 4 ഉണ്ട്, 5 ഉണ്ട്, അത് 4 എഴുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് അറിയാം, ഇതും അറിയാം. ഇതാണ് പിന്നെയും കൺഫ്യൂഷൻ ഉണ്ടാവും. അത് എഴുതണ്ട, എഴുതിയില്ലെങ്കിലും ഫുൾ മാർക്ക് കിട്ടും. ഇനി ഇത് നോക്ക്, അടുത്തൊരു പോർഷൻ, ഷെയർ ക്യാപിറ്റൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞ കാര്യമാണ്, ഈസി ആയിട്ട് അറിയാം. ഈ ജേർണലിസ്റ്റ് നിങ്ങൾക്ക് അറിയില്ലേ, അതും അറിയാം. ഇതിൽ എത്ര എഴുതിയാൽ മതി, നമുക്ക് ആകെ 3 എഴുതിയാൽ മതി. സോ ഇനി ഒന്നുകൂടി എഴുതാനേ ഉള്ളൂ. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ല എത്ര 3 5 എഴുതണം അല്ലേ. സോ അത് രണ്ടും നമ്മൾ എഴുതാം, അത് രണ്ടും ഈസിയാണ്. 32 33 എഴുതി. പിന്നെ പാസ്റ്റ് ചാനൽ എക്സസ് ആപ്ലിക്കേഷൻ മണി, ഇത് എഴുതണ്ട, ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇത് എഴുതാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റീവ്, ഡെപ്റ്റ് ക്ലിയർ റേഷ്യോ ചെയ്ത് കൂടെ. ഇപ്പോൾ 4 എഴുതി. 5ാമത്തേത് എന്താണ്, ഈ ക്വസ്റ്റ്യനും 37ാമത്തെ ക്വസ്റ്റ്യൻ, കറണ്ട് റേഷ്യോ ഈസിയാണ്. അപ്പോൾ ഒറ്റ ക്വസ്റ്റ്യനെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൂ, അതങ്ങ് ഒഴിവാക്കിയാൽ മതി. ഇനി ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി എന്താ, റേഷ്യോ ഇത്. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത് ഈസി, ഇതെല്ലാവർക്കും റേഷ്യോ അനാലിസിസ് അല്ലെങ്കിൽ ജേർണലിൻ്റെയോ അത് ഏതെങ്കിലും ഒന്നാണ്, നിങ്ങൾ ഏതാണ് നന്നായി പഠിച്ചത് അത് നിങ്ങൾ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും 3 നിങ്ങൾക്ക് ഏതാണ് കൺഫ്യൂസിങ്, ഇത് ഒഴിവാക്കാം. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ബെനിഫിറ്റ്സ് എന്നുള്ളത്. സോ അങ്ങനെ ടക്കനെ ചെയ്യാൻ പറ്റും. സെറ്റല്ലേ, ഓക്കെ അല്ലേ. അപ്പം എന്ത് ചെയ്യുക, സെറ്റായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്.